എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ശരിയാകും. നല്ല സൂപ്പർ കഥ കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ രാത്രി അതിൻ്റെ പൂർണ്ണതയിലെത്തി നിന്നു. ചുറ്റിനുമിരട്ട് കാട്ടുവള്ളി പോലെ പടർന്നു പിടിച്ചു. നിലാവ് പോലും ഭയന്ന് മാറി നിന്ന ആകാശത്ത് ഒറ്റ നക്ഷത്രം മാത്രം കത്തി നിന്നു. മഞ്ഞുകാറ്റ് പതുക്കെ വീശി തുടങ്ങി. ആളൊഴിഞ്ഞ വിജനമായ അന്തരീക്ഷം. കുറച്ചകലെ 5 പേർ മുങ്ങി മരിച്ച പാലത്തിന് മുകളിൽ അയാൾ ഒറ്റയ്ക്കിരിക്കുന്നു. അയാൾക്ക് ചുറ്റും നിശബ്ദത കനത്തു. വഴിയരികിൽ അയാളുടെ ബുള്ളറ്റ് അതിൻ്റെ ഉടമസ്ഥനെയും പ്രതീക്ഷിച്ച് കാറ്റിൽ വിറങ്ങലിച്ചു കിടന്നു. അയാൾ ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് താഴേക്ക് നോക്കിയിരുന്നു. ഇരുട്ടണഞ്ഞാൽ ആരും പോകാൻ മടിക്കുന്ന ഇടം. മുങ്ങി മരിച്ച 5 പേരുടെ ആത്മാക്കൾ രാത്രി ഇവിടെ അലഞ്ഞു തിരിയുന്നെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമായിരിക്കുമോ? അയാൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചു. ആ ആത്മാക്കൾ ഇരുട്ടിലിവിടെ അലഞ്ഞു തിരിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ രാത്രിയുടെ ഏകാന്തതയിൽ അവർ ആരെയായിരിക്കും തേടുന്നത്? എന്തായിരിക്കും അവർക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളത്? സഫലമാവാത്ത എന്താഗ്രഹമായിരിക്കും അവർ ഈ മണ്ണിൽ ബാക്കി വെച്ചിട്ട് മടങ്ങിയത്? ആരോടാണ് അവർക്ക് പക വീട്ടാനുണ്ടായിരുന്നത്? അയാളുടെ സിഗരറ്റിൻ്റെ പുക ഇരുട്ടിൽ വെളുത്ത രൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ അയാളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ഫോൺ ശബ്ദിച്ചു. അടുത്ത സുഹൃത്തായിരുന്നു ജിത്തു. ഹലോ, എടാ ഹരി, നീ ഇതെവിടെയാ? ഞാനിവിടെ അടുത്തുണ്ട്. നീ എൻ്റെ കൂടെ ഉണ്ടോയെന്നറിയാൻ നിൻ്റെ അമ്മ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഇതുവരെ വീട്ടിലെത്തിയില്ലെന്നും പറഞ്ഞു. അതാ ഞാൻ നിന്നെ വിളിച്ചത്. അമ്മ എന്നെയും വിളിച്ചിരുന്നു, ഞാൻ എടുത്തില്ല. നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. സമയം ഇത്രയായില്ലേ? അല്ലെങ്കിൽ നീ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ ദേ ഇറങ്ങാൻ തുടങ്ങുക, നീ വച്ചോ. അയാൾ ഫോൺ കട്ട് ചെയ്തു. ചുറ്റുമുള്ള ആ ഏകാന്തതയിലേക്ക് ലയിച്ചു ചേർന്നു. ചിന്തകൾ അയാളെ വീണ്ടും ചുറ്റി വരിഞ്ഞു. ശ്രീഹരി അയാൾ ഇങ്ങനെയാണ്. ആരും പോകാൻ മടിക്കുന്ന വഴികൾ തേടിപ്പിടിച്ച് നടന്നു പോകുന്ന ഒരാൾ. ദുരൂഹത നിഴലിക്കുന്ന ഇടങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ചും കടന്നു ചെല്ലാൻ മടിയില്ലാത്ത ഒരാൾ. ജീവനുള്ള ആത്മാക്കളേക്കാൾ അയാൾ തേടുന്നതൊക്കെയും ജീവനില്ലാത്ത, ശരീരമില്ലാത്ത നിഴലുകളായിരുന്നു. കാരണം അയാൾക്ക് വേണ്ടത് കഥകളാണ്. പരേതാത്മാക്കളുടെ കഥകൾ. സഫലമാവാത്ത ആഗ്രഹങ്ങളിൽ മണ്ണിൽ ബാക്കി വെച്ച് അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുടെ കഥയല്ല. മരണത്തിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേറ്റ് ഇരുട്ടിൻ്റെ മാറിലെത്തുന്ന പ്രതികാരദാഹിയായ ആത്മാക്കളുടെ കഥ. ഏറ്റവും മികച്ച ഓൺലൈൻ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ശ്രീഹരി. മുഖപുസ്തകത്തിൽ അയാൾ പ്രസിദ്ധീകരിക്കുന്ന കഥകൾക്ക് വായനക്കാർ ഒരുപാടായിരുന്നു. മിഥ്യയും ഭാവനയുമല്ല, കൂടുതലും സമകാലിക പ്രസക്തിയുള്ള കഥകളായിരുന്നു. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നമ്മൾ കണ്ടുപറന്ന പലരുടെയും മുഖമായിരുന്നു ശ്രീഹരിയുടെ കഥയിലെ കഥാപാത്രങ്ങൾക്ക്. വാർത്തകളിൽ ദാരുണമായി മരിച്ചു വീഴുന്ന പലരും അയാളുടെ കഥകളിലൂടെ ദുരാത്മാക്കളായി പുനർജനിക്കും. അതുകൊണ്ടായിരിക്കാം അയാളുടെ കഥകൾ വായനക്കാരെ പിടിച്ചിരുത്തുന്നതും. ഇരുട്ടിൻ്റെ മറവിൽ ഭയപ്പെടുത്താനെത്തുന്ന രൂപങ്ങൾ പലതും ആരുടെയൊക്കെയോ തൂലികത്തുമ്പിൽ വിരിഞ്ഞ സൃഷ്ടികളാണെന്ന് മറ്റാരേക്കാളും നന്നായി അയാൾക്കറിയാം. അതുകൊണ്ടാണ് ആരും കടന്നു പോകാത്ത വഴികൾ അയാൾ തേടിപ്പോകുന്നതും. ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായിട്ട് കഥ എഴുതാൻ അയാൾക്ക് പറ്റിയ സ്ഥലം അതൊക്കെയായിരുന്നു. കുറച്ചു കാലമായിട്ട് അക്ഷരങ്ങളായിരുന്നു അയാൾക്ക് കൂട്ട്. പ്രാണന്റെ പകുതിയായി തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ കാത്തിരുന്നവളെ മരണത്തിൻ്റെ രൂപത്തിൽ വിധി കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ആകെ തകർന്നുപോയി ശ്രീഹരി. പിന്നീട് അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ അക്ഷരങ്ങളിലൂടെയായിരുന്നു. മുഖപുസ്തകങ്ങളിലെ കഥകളും സൗഹൃദങ്ങളും പ്രശംസകളും വിമർശനങ്ങളും ഒക്കെയായി അയാൾ തീർത്തും ഒതുങ്ങിപ്പോയി. അതുകൊണ്ടായിരിക്കും അത്രത്തോളം അക്ഷരങ്ങൾ അയാൾക്ക് ലഹരിയായി മാറിയത്. ഇടവിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റിൽ ചുറ്റുമുള്ള മരത്തിൽ ശിഖരങ്ങൾ ഇളകി. അയാൾ താഴെ ജലപ്പരിപ്പിലേക്ക് കണ്ണു നട്ടിരുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല കൂട്ടിന്. അവളുടെ ഓർമ്മകളുണ്ട്. ഉമ്മയുടെ, അവൻ്റെ പ്രിയപ്പെട്ടവളുടെ. ഇരുട്ടിൻ്റെ കൂട്ടുപിടിച്ച് അവൾ എന്നെങ്കിലും തൻ്റെ അരികിലെത്തിയിരുന്നെങ്കിലെന്ന് പലപ്പോഴും അയാൾ ആഗ്രഹിക്കാറുണ്ട്. ചിന്തകളിൽ വീണ്ടും ഇരുട്ട് കയറി തുടങ്ങിയപ്പോൾ അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അയാൾ തുറന്നു നോക്കി. പതിവ് പോലെ മുഖപുസ്തകത്തിൽ വന്ന കഥകളുടെ അഭിപ്രായങ്ങളായിരുന്നു. ദിവസത്തിൽ അയാളെ തേടിയെത്തുന്ന സുഹൃത്തുക്കൾക്ക് കണക്കില്ലായിരുന്നു. യക്ഷിക്കഥകളായതുകൊണ്ടാകാം തേടിയെത്തുന്നവർ പലതും പെൺകുട്ടികളായിരുന്നു. സന്ദേശങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ആരുടെയോ കാൽപെരുമാറ്റം കേട്ടു. ആരോ തനിക്കരികിലേക്ക് നടന്നു വരുന്ന പോലെ. അവൻ മുഖമുയർത്തി നോക്കി. ഇല്ല, ആരുമില്ല. പതുക്കെ എഴുന്നേറ്റ് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ഇരുട്ടിൻ്റെ ആത്മാവെന്ന വ്യാജ ഐഡിയിൽ കഥകൾ എഴുതുന്ന എഴുത്തുകാരൻ തൻ്റെ മകൻ ഹരിയാണെന്ന് അച്ഛനുണ്ടോ അറിയുന്നു. കുറച്ചിട നടന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറഞ്ഞു. ആരോ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വഴിവിളക്കിൻ്റെ മങ്ങിയ വെട്ടത്തിൽ അവൻ കണ്ടു, പാലത്തിൻ്റെ മുകളിൽ അയാൾ കുറച്ചു മുമ്പ് നിന്നെടുത്തപ്പോൾ ഒരു പെൺകുട്ടി. അവൾ താഴേക്ക് നോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുന്നു. അവൻ ഞെട്ടി. അവളുടെ അഴിച്ചിട്ട മുടിയിഴകൾ കാറ്റിൽ പാറി നടന്നു.
അവൾ പതുക്കെ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ തൊണ്ട വരണ്ടു, നെഞ്ചിടിച്ചു. പിന്നെ ഒരു പ്രകോപനവുമില്ലാതെ അവൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി. കുട്ടി! അവൻ ഒച്ച വെച്ചുകൊണ്ട് പാലത്തിൻ്റെ അരികിലേക്ക് ഓടി. താഴേക്ക് നോക്കിയപ്പോൾ അവൾ ആ വെള്ളത്തിൽ കിടന്ന് തല്ലിപ്പിടയ്ക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. അവൾ ആഴത്തിൽ മുങ്ങി താഴുന്നത് കണ്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ അവൻ താഴേക്ക് എടുത്തു ചാടി. വെള്ളത്തിൽ നിന്നും പൊങ്ങി അവൻ ചുറ്റും നോക്കി. പക്ഷേ കുറച്ചു മുമ്പ് വരെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ കണ്ടില്ല. ഒന്ന് മുങ്ങി നിവർന്ന് അവൻ ചുറ്റും കണ്ണോടിച്ചു. ആ വെള്ളത്തിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപകടം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ടടിച്ച് വെള്ളത്തിൽ നിന്നും പൊങ്ങി അവൻ മുകളിലേക്ക് നോക്കി. ഒറ്റ നിമിഷം കൊണ്ട് ആകാശത്തും അവൻ്റെ നെഞ്ചിലും ഒരുമിച്ച് ഇടിവെട്ടി. കൊടുങ്കാറ്റിൽ മരച്ചില്ലകൾ ഇളകി മറിഞ്ഞു. കുറച്ചു മുമ്പ് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ പെൺകുട്ടി ഇപ്പോൾ പാലത്തിന് മുകളിൽ നിന്നും അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. രക്ഷിക്കാൻ വേണ്ടി അവൻ ആരെയൊക്കെയോ വിളിച്ചു കരഞ്ഞു. സർവ്വശക്തിയും എടുത്ത് കരയിലേക്ക് നീന്തി കൈകാലുകൾ തളരുന്നു. ഭയം തലച്ചോറിൽ ഇരച്ചു കയറി. വെള്ളത്തിൽ നിന്നും വലിയ കുമിളകൾ പൊങ്ങുന്നത് അവൻ കണ്ടു. ആരോ അടിയിലൂടെ നീന്തി വന്ന് അവൻ്റെ കാലിൽ പിടുത്തമിട്ടു. അവൻ കാൽ വിടുവിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ജീവന് വേണ്ടി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്തോറും ആരോ കാലിൽ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അവൻ ആ ചുഴിയിൽ അകപ്പെട്ട് താഴ്ന്നു പോയി. അപ്പോഴും പാലത്തിൻ്റെ മുകളിൽ ആ പെൺകുട്ടി അവനെ തിരിച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ശ്രീഹരി ആശുപത്രി ICUവിലായിരുന്നു. ബെഡിൽ കിടന്നുകൊണ്ട് അവൻ ചുറ്റിനും കണ്ണോടിച്ചു. കാഴ്ച തെളിയുന്നില്ല. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയതായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന്, അവിടെ എന്താണ് സംഭവിച്ചത്, ഒന്നും ഓർമ്മയിൽ തെളിഞ്ഞില്ല. ഓർക്കാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണുകൾ അടഞ്ഞു പോകുന്നു. തലയ്ക്ക് പിന്നിൽ ശക്തമായ വേദന. വീണ്ടും കണ്ണു തുറന്നപ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടു. അവൻ മുഖമുയർത്തി അമ്മയെ നോക്കി. താൻ കിടക്കുന്ന ബെഡിൻ്റെ അരികെ തേങ്ങി കരഞ്ഞുകൊണ്ട് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടറിയ ശബ്ദത്തിൽ പതിയെ വിളിച്ചു, അമ്മേ. അവൻ്റെ നെറുകയിൽ കൈവച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, എന്തിനാ മോനെ നീ കടുങ്കൈ ചെയ്ത്? ഈ അമ്മയെക്കുറിച്ചെങ്കിലും നിനക്കൊന്ന് ഓർക്കായിരുന്നില്ലേ? അവൻ പുരികം ചുളിച്ചു. ഒന്നും മനസ്സിലാവാതെ അവൻ അമ്മയെ നോക്കി. പിന്നെ ഓർമ്മകളെ ഒരിക്കൽ കൂടി പിന്നോട്ട് ഓടിച്ചു. ഇന്നലെ നടന്നത് ഓരോന്നായി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഒടുവിൽ പാലത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന തന്നെ നോക്കി നിന്ന ആ പെൺകുട്ടിയെയും. എല്ലാം ഓർമ്മ വന്നപ്പോൾ അവൻ്റെ നെഞ്ചിടിച്ചു. കണ്ണിൽ ഇരുട്ട് കയറി. സത്യമേതാ മിഥ്യ ഏതാ എന്ന വേർതിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. എന്തോ അമ്മയോടായി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ അകത്തേക്ക് കയറി വന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്, സുഖമല്ലേ? അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. അവൻ മറുപടിയായി ഒരു പുഞ്ചിരി കൊടുത്തു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ ഡോക്ടർ അവനോട് ചോദിച്ചു, ശ്രീഹരി എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? ഹരി ഞെട്ടലോടെ ഡോക്ടറെ തുറച്ചു നോക്കി. അല്ല, തനിക്കത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ വേണ്ട, പറയണ്ട. ഡോക്ടർ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല പുഴയിൽ ചാടിയത്. പിന്നെ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിലേക്ക് ചാടിയത്. അവൻ്റെ മറുപടി കേട്ടപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ അവർ പരസ്പരം നോക്കി. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ ചാടി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടില്ല. ഞാൻ ആഴത്തിൽ പോയി കുറേ മുങ്ങിത്തപ്പി, പക്ഷേ കണ്ടുകിട്ടിയില്ല. ഒടുവിൽ അവൻ പറഞ്ഞു നിർത്തി. ബാക്കി പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വിശ്വസിച്ചെന്ന് വരില്ല. ഡോക്ടർ കുറേ നേരം അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മോൻ എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? വേണ്ട, ഡോക്ടർ അമ്മയെ തടഞ്ഞു. അയാൾ ബാക്കി പറയട്ടെ. എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് ഇയാൾ കണ്ടത്? ഒരു 18ഓ 19ഓ, അതിൽ കൂടുതൽ പ്രായം വരില്ല. അവളുടെ മുഖം ശ്രീഹരി ശരിക്കും കണ്ടോ? ഇല്ല, നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് മുഖം ശരിക്കും കണ്ടില്ല. എന്തൊക്കെയോ മനസ്സിൽ ഊഹിച്ചെടുത്ത ഭാവത്തിൽ ഡോക്ടർ പറഞ്ഞു. ശരി, താൻ റെസ്റ്റ് എടുത്തോളൂ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന കുറച്ച് പോലീസുകാരാണ് അവനെ രക്ഷിച്ചത്. ഒരാൾ പാലത്തിൻ്റെ മുകളിൽ നിന്നും ചാടുന്നത് കണ്ട് ഓടി വന്നതാണെന്നാണ് പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഞാൻ വരുന്നതുവരെ അവരെ ഇവിടെ നിന്നത്. പെൺകുട്ടിയുടെ കാര്യമൊന്നും അവർ പറഞ്ഞു കേട്ടില്ല. ICUവിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, പുറത്ത് അച്ഛനും ജിത്തുവും കാത്തു നിൽപ്പുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ലടോ, അയാൾക്ക് ബോധം വന്നു. അപ്പോൾ അവരുടെ മുഖത്ത് നേരിയൊരു ആശ്വാസം കണ്ടു. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഈ ശ്രീഹരിയുടെ സ്വഭാവം എങ്ങനെയാണ്? മുൻപൊക്കെ എല്ലാവരോടും സംസാരിക്കുന്ന, പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷെ ഈ ഇടയായി അവൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. ഞങ്ങളോട് പോലും അധികം സംസാരിക്കാറില്ല. ഏതു നേരവും മൊബൈൽ ഫോൺ നോക്കി മുറിയിലിരിക്കും. രാവിലെ ജോലിക്ക് പോകും. ഈ ജിത്തു അല്ലാതെ അവന് വേറെ സുഹൃത്തുക്കളുണ്ടോ എന്ന് പോലും അറിയില്ല. ശ്രീഹരിയുടെ മനസ്സിനെ തന്നെ മാറ്റിമറിച്ച ഏതെങ്കിലും ഒന്ന് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ജിത്തുവാണ് മറുപടി പറഞ്ഞത്. അവനൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. 2 വർഷം മുമ്പ് ആ പെൺകുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷമാണ് അവൻ ഇങ്ങനെയായത്. എന്തോ പറയാൻ ഭാവിച്ച് പിന്നെയും വേണ്ടെന്ന് വെച്ച് ഡോക്ടർ മുന്നോട്ട് നടന്നു. ഇന്നലെ സംഭവിച്ചത് ഓരോന്നും മനസ്സിലിട്ട് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ശ്രീഹരി കട്ടിലേക്ക് കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖമാണ്. ആരും താൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല.
ഞാൻ മരിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നപ്പോൾ മുറിയിലെ ജനാലയുടെ കുറ്റി ഇളകുന്ന ശബ്ദം കേട്ടു. അവൻ കണ്ണു തുറന്നു നോക്കി. തോന്നിയതാണെങ്കിലോ വീണ്ടും കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. വീണ്ടും ജനാലയിലേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടി. ജനാല ആരോ തുറന്നിട്ടിരിക്കുന്നു. അതിനിപ്പോൾ ആരും മുറിയിലേക്ക് വന്നില്ലല്ലോ, പിന്നെങ്ങനെ? ഇനി കാറ്റുകൊണ്ട് തുറന്നതാണോ? പെട്ടെന്ന് ആ തുറന്നിട്ട ജനാലിലൂടെ കാറ്റകത്തേക്ക് കയറി. കാറ്റിൽ മുറിയിലെ കർട്ടനുകൾ പറന്നു കളിച്ചു. മുറിയിൽ ഓണാക്കി വെച്ചിരുന്ന TV പെട്ടെന്ന് നിന്നു. അവനെന്തോ അസ്വാഭാവികത തോന്നി. പ്രകൃതി ആരുടെയോ വിവരമറിയിക്കുന്ന പോലെ, അന്തരീക്ഷമാകെ മാറിയതുപോലെ. അവൻ ആ തുറന്നു കിടക്കുന്ന ജനാലയിലേക്ക് നോക്കി. അതിൽ ആരുടെയോ നിഴൽ അവൻ കണ്ടു. നോക്കി നിൽക്കെ ആ നിഴൽ അടുത്തേക്ക് വന്നു. തൊട്ടടുത്തെത്താറായപ്പോഴേക്കും സിസ്റ്റർ അകത്തേക്ക് കയറി വന്നു. ജനൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവരും ഞെട്ടി. ഇതാരാ തുറന്നിട്ടെ? അവർ സ്വയം പറഞ്ഞുകൊണ്ട് ജനാല അടച്ചിട്ട് അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് പോയി. അവൻ്റെ ശ്വാസം വീണ്ടും പഴയതുപോലെയായി. നേരിയൊരു ആശ്വാസത്തോടെ വീണ്ടും ജനാലയിലേക്ക് നോക്കി. അടച്ചിട്ട ജനാലയ്ക്ക് പുറത്ത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം. അവൻ്റെ തൊണ്ട വരണ്ടു. അവളുടെ കണ്ണുകളിൽ കനലുപോലെ എന്തോ കത്തുന്നത് അവൻ കണ്ടു. ഉറക്കെ നിലവിളിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആവുന്നത്ര ശക്തിയെടുത്ത് എഴുന്നേറ്റപ്പോൾ ആരൊക്കെയോ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. ഡോക്ടർ അവിടെ? അവൻ ജനാലയിലേക്ക് കൈ ചൂണ്ടി. പക്ഷെ ആരും അവിടെ ഒന്നും കണ്ടില്ല. ഒന്നുമില്ല ശ്രീഹരി, തനിക്ക് തോന്നിയതാണ്. അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അയാൾ വീണ്ടും പുറത്തേക്ക് പോയി. അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു. ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ശ്രീഹരി ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല. ദീർഘനേരത്തെ മൗനം മുറിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ? അച്ഛൻ്റെയും അമ്മയുടെയും ജിത്തുവിൻ്റെയും കണ്ണുകളിൽ അതിശയം കലർന്ന ഭാവം കണ്ടു. അയാൾ കണ്ടുവെന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ആ പെൺകുട്ടിയുടെ കാര്യമോ? അതെ, ഇതിന് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയും. ചില കാഴ്ചകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് കാണും. പക്ഷെ അത് സത്യമായിരിക്കില്ല, വെറും മിഥ്യയായിരിക്കും. ഇവിടെ ഈ ശ്രീഹരി കണ്ടതും അതേപോലെ ഒരു മായാ കാഴ്ചയാണ്. ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നത്? ഇതുപോലുള്ള പല കേസുകളും ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. അതാ ശ്രീഹരി എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കിയപ്പോൾ പഴയ കാമുകിയുടെ മരണം അയാളിൽ വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കി. അതിൻ്റെ മുറിവ് അയാളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. അതുകൊണ്ടാണ് അയാളുടെ മനസ്സ് പോലും പെട്ടെന്ന് മാറിപ്പോയത്. ഒരുപക്ഷെ അതിൻ്റെ അനന്തരഫലമായിരിക്കും ഈ കണ്ടതൊക്കെ. ഡോക്ടർ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അവൻ്റെ അച്ഛനാണ് ചോദിച്ചത്. ഇത് ചികിത്സിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പോൾ ചെയ്യേണ്ടത് അയാളെ ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ്. ഈ നഗരമൊക്കെ വിട്ട് നാട്ടിൻപുറങ്ങളോ ഗ്രാമപ്രദേശമോ ഒക്കെ ആയാൽ കുഴപ്പമില്ല. അയാൾക്ക് മനസ്സിനും സന്തോഷം കിട്ടുന്ന ഇടം. പിന്നെ ഒരു കാര്യം, ഒരിക്കലും അയാൾ ഒറ്റയ്ക്ക് വിടരുത്. അവരുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ഒപ്പം വേണം അയാൾക്ക്. ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. ചിലപ്പോൾ അയാൾ പഴയതുപോലെ ആയാലോ? ശരി ഡോക്ടർ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. കർട്ടനിട്ട് മറിച്ച ജനാലയിലേക്ക് അവൻ നോക്കി. കർട്ടൻ പതുക്കെ നീങ്ങി തുടങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടോ? പെട്ടെന്ന് അവനുള്ള മരുന്നായിട്ട് ആദ്യം വന്ന സിസ്റ്റർ വീണ്ടും കയറി വന്നു. അവൻ എഴുന്നേറ്റിരുന്നു. അവരെ നോക്കി ഒന്ന് ചിരിച്ചു. പെട്ടെന്നൊരു ഇളം കാറ്റ് വീശി. ആ കാറ്റിൽ ജനാലയ്ക്ക് മുന്നിലെ കർട്ടൻ നീങ്ങി. ജനൽച്ചില്ലിലെ പാളികളിൽ വിള്ളൽ വീണിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? സിസ്റ്റർ ചോദിച്ചു. ചുറ്റിനും പരിചിതമല്ലാത്ത എന്തൊക്കെയോ ശബ്ദങ്ങൾ. ഒരിക്കൽ കൂടി ആ ജനൽപ്പാളികളിൽ ശ്രദ്ധിച്ചു നോക്കി. മഞ്ഞുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആ ചില്ലിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു ഒരു പെണ്ണിൻ്റേതെന്ന് തോന്നിക്കുന്ന 2 കൈ അടയാളങ്ങൾ. ബുള്ളറ്റിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ശ്രീഹരിയുടെ മനസ്സിൽ ചിന്തകളുടെ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്നും ജനാലയ്ക്ക് അപ്പുറത്തു നിന്നും തന്നെ രൂക്ഷമായി നോക്കിയ പെൺകുട്ടി ആരായിരിക്കും? ജനൽച്ചില്ലിൽ തെളിഞ്ഞു കണ്ട ആ കൈയടയാളങ്ങൾ. ആ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ആ സിസ്റ്ററും തനിക്കൊപ്പം നിന്നായിരുന്നു. എന്നിട്ടും ആരും വിശ്വസിച്ചില്ല. ഇനി അച്ഛനും അമ്മയും പറയുന്നത് പോലെ ഇത് വെറും തോന്നലായിരിക്കുമോ? ഇല്ല, ഞാൻ കണ്ടതാണ്. എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കുമോ? ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ ആ പാലവും പുഴയുമൊക്കെ ഒരിക്കൽ കൂടി പോയി കാണണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ചിറ്റമ്മ അച്ഛനെ വിളിച്ചിരുന്നു. അടുത്ത മാസം അവരുടെ മകൾ അനാമികയുടെ വിവാഹമാണ്. അതിൻ്റെ തിരക്കിലാണ് അവിടെ എല്ലാവരും. അവരെ സഹായിക്കാനും അത്യാവശ്യം അവിടുത്തെ കൃഷിപ്പണികൾ നോക്കി നടത്താൻ ചെറിയച്ഛനെ സഹായിക്കാനും ഒക്കെയായി നേരത്തെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീഹരി അയച്ചേക്കാമെന്ന് അച്ഛൻ അവരോട് പറയുകയും ചെയ്തു. അതും തന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ. പോകുന്നില്ലെന്ന് പറയാൻ ആദ്യം തോന്നിയതാണ്, പിന്നെ അനുവിനെ ഓർത്തിട്ടാണ്. അവൾ എനിക്ക് അനിയത്തി തന്നെയാണ്. അവളുടെ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ അങ്ങനെ പറയാൻ തോന്നിയില്ല. തന്നെ മനഃപൂർവ്വം എല്ലാവരും ചേർന്ന് ഇവിടുന്ന് മാറ്റി നിർത്തുന്നത് പോലെ അവന് തോന്നി. അച്ഛൻ എന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലാതായോ? അല്ലെങ്കിൽ പോകുമ്പോൾ ജിത്തുവിനെ കൂടി കൂട്ടാൻ അച്ഛൻ പറയില്ലായിരുന്നല്ലോ. ഇറങ്ങുമ്പോൾ അച്ഛൻ ബൈക്കിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തരാതെ നേരെ അവനെയാണ് ഏൽപ്പിച്ചത്. ഇനി എങ്ങോട്ടാ? വണ്ടി കവലയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ജിത്തു അവനോട് ചോദിച്ചു. അപ്പോഴാണ് അവൻ ചിന്തയിൽ നിന്നുണർന്നത്. നേരെ ഇടത്തോട്ട്.
കുറേ നേരം ആയല്ലോ ഇടത്തോട്ടും വലത്തോട്ടും, ഇതിനൊരു അവസാനമില്ലേ? അതല്ലേ നിന്നോട് പറഞ്ഞ ഞാൻ ഓടിക്കാമെന്ന്. അത് വേണ്ട, നിന്റെ കയ്യിൽ ഇനി താക്കോല് തരരുതെന്ന് നിന്റെ അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജിത്തു വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. ശ്രീഹരി അപ്പോഴാണ് ചുറ്റുമുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് താനിവിടെ വരുന്നത്. വേണാട്ടുപുരം, സ്വന്തം അമ്മയുടെ നാട്, നഗരത്തിൻ്റെ നടുവിലെ ഒരു കൊച്ചു ഗ്രാമം. പ്രളയം വന്ന് പകുതിയിലേറെ കവർന്നെടുത്തു കൊണ്ടുപോയിട്ടും ഈ നാടിപ്പോഴും സുന്ദരിയാണ്. എന്തുകൊണ്ടാണ് വികസനം എന്ന കരിനിഴൽ ഈ നാടിൻ്റെ മുകളിൽ വീഴാത്തതെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോഴും പഴമയുടെ ഭംഗി. ജിത്തു ആ പഴയ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ബുള്ളറ്റ് നിർത്തി. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി. ആ വീട് മൊത്തത്തിലൊന്ന് നോക്കി. കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടതാണ്. ആ വീടിനിപ്പോഴും പഴയ പ്രൗഢിയും ഭംഗിയും ഒക്കെയുണ്ട്. മുറ്റത്ത് നിറയെ മുത്തങ്ങയും കറുകപ്പുല്ലും പടർന്നു പിടിച്ച് കാട് കയറി. ഏപ്രിൽ മാസമായതുകൊണ്ട് മുറ്റത്തെ കൊന്നമരത്തിൽ നിന്നും പൂക്കൾ വീണ് നിലത്ത് ചിതറിക്കിടക്കുന്നു. അടിച്ചു വാരിയിട്ട് ദിവസങ്ങളായി കാണും. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് ഭാഗം വെപ്പിൻ്റെ പേരിൽ ചെറുതായൊന്ന് അമ്മ സഹോദരങ്ങളുമായി തെറ്റിയതിനു ശേഷം പിന്നെ വീട്ടിൽ നിന്നാരും ഇവിടേക്ക് വരാറില്ലായിരുന്നു. പിന്നെ വിളിക്കുന്നത് അനാമികയുടെ കല്യാണം പറയാനാണ്. അതങ്ങനെയാണല്ലോ. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കല്ലേ ബന്ധുക്കൾ വേണ്ടത്. അവരെ കണ്ടപ്പോൾ ചിറ്റമ്മ അകത്ത് നിന്നും ഇറങ്ങി വന്നു. നിങ്ങൾ രാവിലെ എത്തുമെന്ന് കരുതി. രാവിലെ വരാനിരുന്നതാ, പിന്നെ ഇറങ്ങിയപ്പോൾ വൈകിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. അനു എവിടെ മുത്തശ്ശി? അവൾ ക്ലാസ്സിൽ പോയി. അവൻ ജിത്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തി. രണ്ടാളും അകത്തേക്ക് വാ. പണ്ട് ഇവിടെ വന്ന് നിൽക്കാറുണ്ടായപ്പോൾ അവൻ കിടന്നിരുന്ന മുകളിലത്തെ മുറി അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. മുറിയിലെത്തിയ ഉടനെ ശ്രീഹരി പുറത്തേക്കുള്ള ജനാല തുറന്നിട്ടു. ആ ജനാലയ്ക്കപ്പുറത്തെ കാഴ്ചകൾ അവന് മുന്നിൽ ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെട്ടു. ഒന്നും മാറിയിട്ടില്ല, ഒന്നും. ഈ നാടാണ് അവൻ്റെ ബാല്യകാലത്തെ അവധി ദിനങ്ങൾ മനോഹരമാക്കിയത്, അവൻ്റെ ഭാവനകളെ ഉണർത്തിയത്, അവനിലെ കഥാകാരനെ കണ്ടെത്തി കൊടുത്തത്. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും തങ്ങി നിൽക്കുന്ന നാട്. ഇവിടുത്തെ ഓരോ മണൽത്തിരികളും ഓരോ പഴങ്കഥകൾ പറയാനുണ്ടാവും. ചുറ്റോട് ചുറ്റിനും അമ്പലങ്ങളും, അമ്പലത്തിന് മുന്നിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരങ്ങളും സർപ്പക്കാവുകളും കളമെഴുത്തുപാട്ടും എല്ലാം തനിക്ക് എന്നും അടങ്ങാത്ത അത്ഭുതമായിരുന്നു. മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് അന്ന് കേട്ട കഥകൾ ഇപ്പോഴും രാത്രികളിൽ ഉറക്കം കെടുത്താറുണ്ടായിരുന്നു. പാലമരച്ചുവട്ടിൽ ആഗതന്റെ വരവും കാത്തു നിൽക്കുന്ന രക്തദാഹിയായ യക്ഷിയുടെ കഥ, പിച്ചിപ്പൂ മല കോർത്ത് ഗന്ധർവനെ കാത്തിരുന്ന കന്യകയുടെ കഥ, കാവിലെ ചിതൽപുറ്റിനുള്ളിലെ നാഗമാണിക്യം കാക്കുന്ന 5 തലയുള്ള സർപ്പത്തിൻ്റെ കഥ. ഈ കഥകളാണ് തൻ്റെ ഉള്ളിൽ ആദ്യം ഭാവനയുടെ വിത്തിട്ടത്. അതെ, ഇവിടെ നിന്ന് തന്നെയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഇപ്പോൾ ഈ യാത്രയും കേവലം ഒരു തുടക്കം മാത്രമാണെന്ന് മനസ്സ് പറയും പോലെ. തോർത്തും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ജിത്തുവിൻ്റെ ഒപ്പം അവൻ പുറത്തേക്കിറങ്ങി. നീ ഇതെങ്ങോട്ടാ? കുളിക്കാനകത്ത് കുളിമുറിയിൽ വെള്ളമുണ്ടല്ലോ, ചിറ്റമ്മയാണ് ചോദിച്ചത്. ഞാൻ ചിറയിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ അവിടേക്കൊന്ന് ഇറങ്ങിയിട്ട്. അത് പറഞ്ഞപ്പോൾ ചിറ്റമ്മയുടെ മുഖം പെട്ടെന്ന് മങ്ങി. അത് വേണ്ട, ആ ചിറയിലിപ്പോൾ ആരും ഇറങ്ങി കുളിക്കാറില്ല. അതെന്താ? മുൻപ് ഞാനിവിടെ വരുമ്പോൾ ആ ചിറയിൽ കുളിക്കാൻ പോകാറുണ്ടായിരുന്നതല്ലേ? അതെ, പക്ഷെ ഇപ്പോൾ ഒരു വർഷത്തോളമായി അവിടേക്ക് ആരും പോകാറില്ല എന്ന് മാത്രമല്ല, ആ വഴി പോലും ആരും നടക്കാറില്ല. അതൊന്ന് തേവിയിട്ട് പോലും നാളുകളായി. തൽക്കാലം നീ അകത്ത് കുളിക്ക്. മറ്റൊന്നും പറയാതെ അവർ അടുക്കളയിലേക്ക് പോയി. അവർ പണ്ടേ അങ്ങനെയാണ്, ഉള്ളിൽ സംശയം ജനിപ്പിക്കും പോലെ സംസാരിക്കൂ, ഒന്നും മുഴുവിപ്പിക്കില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഇതെല്ലാം കേട്ടുകൊണ്ട് മൗനമായി നിന്നിരുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, ചിറ്റമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ആരും ആ ചിറയുടെ ഭാഗത്തേക്ക് പോകാറില്ലേ? ഇല്ല മോനെ, ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാറില്ല. മുത്തശ്ശി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അതെന്താ മുത്തശ്ശി? അതോ, 1 വർഷം മുമ്പാണ് ഒരു അയ്യര് പെൺകുട്ടി ആ കുളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. എന്തിന്? അതൊന്നും എനിക്കറിയില്ല. ആ കുട്ടിയുടെ വീട്ടുകാർക്ക് പോലും അറിയണ്ടാവില്ല. ആരോടും പറയാതെ പെട്ടെന്നൊരു രാത്രി ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്തത്. അത്രയും അറിയാം. മരിച്ചതിന് ശേഷം രാത്രികളിൽ പലരും ആ കുട്ടിയെ ആ ചിറയുടെ അടുത്ത ഭാഗങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യമാണോ അത് ആളോട് പറഞ്ഞുണ്ടാക്കുന്നതാണോ ആർക്കറിയാം. പുസ്തകങ്ങളും എടുത്ത് വരാന്തയിൽ വന്നിരുന്നപ്പോഴും ശ്രീയുടെ മനസ്സിൽ ആ ചിന്തയായിരുന്നു. പറഞ്ഞതെല്ലാം സത്യമോ അതോ കെട്ടുകഥകളോ? കെട്ടുകഥകളെന്ന് വിശ്വസിക്കാൻ ഇനി തനിക്ക് കഴിയില്ലല്ലോ. കുറച്ചു നാളുകൾക്കിടയിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കഴിഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയം വന്ന മനസ്സിനെ മൂടും. ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അയാൾ പുറത്തേക്ക് നോക്കിയിരുന്നു. സന്ധ്യ മയങ്ങുമ്പോൾ വീശുന്ന 4 മണി കാറ്റേൽക്കാൻ അവന് ഇഷ്ടമായിരുന്നു. ജനലിൻ്റെ അപ്പുറത്ത് ആ കൊച്ചു വീട്ടിലേക്ക് അവൻ്റെ നോട്ടമുടക്കി. ഓടിട്ട ആ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് ചായ്ഞ്ഞു കിടക്കുന്ന നാട്ടുമാവിൽ നിറയെ മാങ്ങ കുലകുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള വേലിപ്പടർപ്പിൽ പല നിറത്തിലുള്ള
ബോഗെയിൻ വില്ലകൾ. അവൻ കൗതുകത്തോടെ അവിടേക്ക് നോക്കി നിൽക്കെ ഉമ്മറത്തെ വാതിൽ തുറന്നൊരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. മുറ്റത്ത് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാൻ വന്നതായിരുന്നു അവൾ. വിളക്കിൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഈ കുട്ടിയോട് ചോദിച്ചാൽ ആ മാവിലെ മാങ്ങ പറിക്കാൻ സമ്മതിക്കുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു. ശ്രീയേട്ടാ. ഉമ്മയല്ലാതെ അവനെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അനാമിക. ആ എത്തിയോ കല്യാണ പെണ്ണ്. അവൻ കുറേ നേരം അവളുടെ വിശേഷങ്ങൾ കേട്ടിരുന്നു. അവൾ അങ്ങനെയാണ്, വർത്തമാനം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അവൻ്റെ പുതിയ വിശേഷങ്ങൾ അവളോടിപ്പോൾ പറയണ്ടെന്ന് തോന്നി. പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. ഇടയ്ക്കെപ്പോഴും അവൻ്റെ നോട്ടം പാളി ആ വീടിൻ്റെ മുറ്റത്തേക്ക് വീണു. അവിടെ നിന്നിരുന്ന ആ പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോയി കാണും. അനു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ശ്രീയേട്ടാ? ഇവിടെ അടുത്തുള്ള ചിറയിലൊരു പട്ടത്തിക്കുട്ടി മുങ്ങി മരിച്ചില്ലേ? ഓ, അത് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? മുത്തശ്ശി പറഞ്ഞു. അതിനുശേഷം ആരും ആ ചിറയിൽ കുളിക്കാൻ പോകാറില്ലെന്ന്. ആ കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ആ ഭാഗത്ത് ചുറ്റി തിരിയുന്നുണ്ടെന്ന്. അതൊക്കെ ചുമ്മാതാ ഏട്ടാ. പിന്നെ ആ കുട്ടി മുങ്ങി മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ കാരണം ഇതുവരെ ആർക്കും അറിയില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നിട്ട് പോലും എന്നോടൊന്നും പറഞ്ഞില്ല. നിന്റെ കൂട്ടുകാരിയായിരുന്നു അവൾ. എന്തായിരുന്നു അവളുടെ പേര്? മധുര മീനാക്ഷി. മധുര എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഒരു കാരണവുമില്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? എനിക്കറിയില്ല ഏട്ടാ. അനാമികയുടെ കണ്ണുകൾ കലങ്ങി. പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൾ ആ വീട്ടിലേക്ക് നോട്ടമയച്ചു. ഏട്ടാ, ഇതായിരുന്നു മധുരയുടെ വീട്. അവളുടെ മരണത്തിന് ശേഷം അവളുടെ അച്ഛനും അമ്മയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഇപ്പോഴവിടെ ആരും താമസമില്ല. പെട്ടെന്ന് അവൻ്റെ ചിന്തകളിൽ ഒരു മിന്നലേറ്റു. ഈ വീട്ടിൽ ഇപ്പോഴാരും താമസമില്ലേ? ഇല്ല, കുറേ നാളായി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ കണ്ട ആ പെൺകുട്ടിയോ? അവൻ മനസ്സിൽ ചോദിച്ചു. എന്താ ശ്രീയേട്ടാ? അവൾ അവൻ്റെ തോളിൽ കൈവച്ചു. ഒന്നുമില്ല അനു. അകത്ത് നിന്ന് ചിറ്റമ്മ വിളിച്ചപ്പോൾ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവൻ അവിടേക്ക് ഒരിക്കൽ കൂടി നോക്കി. തുളസിത്തറയിൽ അവൾ വെച്ച വിളക്കും അതിൽ കത്തി നിന്ന ദീപവും അവിടെ കണ്ടില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ തേടി വന്ന ആ കാറ്റ് അവിടെയൊക്കെ വീശിയടിച്ചു. നിയോഗമായിരുന്നു എല്ലാം. തന്നെ ഇവിടെ എത്തിച്ചതുപോലും. എൻ്റെ തീരുമാനം തെറ്റിയില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. ഈ യാത്ര ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ തുടക്കം. നീണ്ടൊരു വേനൽക്കാലം കഴിഞ്ഞ് പ്രകൃതി വർഷത്തെ വരവേറ്റ ദിവസമായിരുന്നു അന്ന്. ജനാലയ്ക്കപ്പുറത്ത് ആദ്യത്തെ മഴ പെയ്തു. വലതുകൈ നെറ്റിയിൽ വെച്ച് ശ്രീഹരി കണ്ണടച്ചു കിടന്നു. ഇല്ല, ഉറക്കം വരുന്നില്ല. കുറച്ചു നാളായി സ്ലീപ്പിംഗ് പിൽസിൻ്റെ സഹായത്തോടെയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. കഷ്ടകാലത്തിന് അതും കയ്യിലില്ല. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നെ സമയം പോകാൻ മുഖപുസ്തകത്തിൽ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. പുതിയ കഥ എന്തായി? ആരുടെയോ മെസ്സേജ് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ സുഹൃത്തായ ഒരു വായനക്കാരനായിരുന്നു. കുറേ നാളായി കഥകളൊക്കെ എഴുതിയിട്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ എഴുത്തിൻ്റെ വഴിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉടനെ ഒറ്റ വാക്കിൽ അവൻ മറുപടി കൊടുത്തു. എന്താ പുതിയ കഥയുടെ പേര്? അവനൊന്ന് ദീർഘനിശ്വാസമെടുത്ത് പിന്നെ മറുപടി കൊടുത്തു. പുതിയ കഥ മധുര. പെട്ടെന്ന് ആകാശത്ത് ഇടിവെട്ടി. ചുറ്റിനും പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ. പുറത്തെവിടെയോ കാറ്റിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം. അവൻ ഫോൺ ഓഫ് ചെയ്തിട്ട് കണ്ണുകളടച്ച് കട്ടിലിൽ കിടന്നു. അതെ, താൻ തേടി വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അവളുടെ കഥ തിരയേണ്ടതുണ്ട്. മധുരയുടെ കഥ. വെളുപ്പിന് തന്നെ ചിറ്റമ്മ വിളിച്ചു. നീ അനുവിൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോകുമോ? നല്ല തണുപ്പ്. മൂടി പുതച്ച് കിടന്നുറങ്ങാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ചിറ്റമ്മ പറഞ്ഞതല്ലേ, പോയിട്ട് വരാം. ആ കുട്ടിക്ക് വേറെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ലേ? അമ്പലത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന വഴിയിൽ അവൻ അവളോട് ചോദിച്ചു. ഏത് കുട്ടിക്ക്? എടി, നീ ഇന്നലെ പറഞ്ഞില്ലേ ആ കുട്ടിക്ക്, മധുര മീനാക്ഷിക്ക്. അവളുടെ കാര്യമാണ് പറഞ്ഞത്. ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത സുഹൃത്ത് ഞാനായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്താണല്ലോ താമസിച്ചത്. അല്ല, ഏട്ടനെ അത് ഇതുവരെ വിട്ടില്ലേ? അതല്ല, നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ആ കുട്ടിയെക്കുറിച്ചൊന്ന് അറിയണമെന്ന് തോന്നി. ഏട്ടൻ എന്താ CBI ആവാൻ വല്ല പ്ലാനുണ്ടോ? എടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഫേസ്ബുക്കിൽ പ്രേതകഥകൾ എഴുതുന്ന കാര്യം. അതിൽ പലതും നടന്ന സംഭവങ്ങളായിരുന്നു. ഒരു പുതിയ കഥയ്ക്കുള്ള വക കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ. അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഓ, അപ്പോഴതാണ് കാര്യം. എങ്കിൽ അവളെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു. അവർ ക്ഷേത്രത്തിൻ്റെ പടവുകൾ ഇറങ്ങുമ്പോൾ കാഷായ വേഷം ധരിച്ച ഒറ്റ നോട്ടത്തിൽ സന്യാസി എന്ന് തോന്നിക്കുന്ന തേജസ്വിയായ ഒരു മനുഷ്യൻ അവരെ തന്നെ നന്നായി സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഉച്ചവെയിൽ ചാഞ്ഞപ്പോൾ അവൻ ബാൽക്കണിയിൽ വന്നിരുന്നു. പേനയും അവൻ്റെ ഡയറിയും മേശയുടെ മുകളിൽ എടുത്തു വച്ചു. എന്തെഴുതും? ആ ചിന്ത അവൻ്റെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞ് ഒന്ന് കണ്ണുകൾ ഇറക്കിയടിച്ച് പിന്നെ എഴുതി തുടങ്ങി. മധുര. നടുമുറ്റത്തെ തുളസിത്തറയിലെ നിറദീപം പോലൊരു പെൺകുട്ടി. എന്നും പുലർക്കാലത്ത് പട്ടുപാവാടയും എടുത്ത് മുട്ടോളം എത്തുന്ന മുടിയിൽ നിറയെ മുല്ലപ്പൂ കുരിത്തിട്ട് നെറ്റിയിൽ ചന്ദനക്കുറിയും
ചുവന്ന ശിങ്കാർപ്പൊട്ടും തൊട്ട് മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരയ്ക്കാൻ ഇറങ്ങുന്ന ആ തമിഴ് മലയാളി പെൺകുട്ടിയെ ഈ നാട്ടിൽ ആരും പെട്ടെന്ന് മറക്കാനിടയില്ല. അധികമൊന്നും അവളെ പുറത്തേക്ക് കാണാറുമില്ല. സ്വയം തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരുവൾ. നീണ്ട കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ആ അച്ഛനും അമ്മയ്ക്കും ദൈവം കനിഞ്ഞു കൊടുത്ത വരം, അവരുടെ വാത്സല്യനിധി. സംഗീതവും സാഹിത്യവും നൃത്തവും നെഞ്ചോട് ചേർത്തവൾ. ഒരു പുഞ്ചിരിയിലോ ഒരു വാക്കിലോ സന്തോഷവും സങ്കടവും പരിഭവവും ഒതുക്കുന്ന പെൺകുട്ടി. ഇതൊക്കെയായിരുന്നു മധുര. വേലിപ്പടർപ്പിലെ പൂന്തോട്ടവും വീടിനരികിലെ കൊച്ചു കിളിക്കൂടും അവളുടെ നിറങ്ങളുള്ള മനസ്സിൻ്റെ തെളിവായിരുന്നു. ഒഴിവു സമയങ്ങളിൽ മനോരമ കഥകളും വൈകിട്ട് TV സീരിയലുമൊക്കെയായി നേരം തള്ളി നീക്കുന്ന കഥയില്ലാത്തവൾ. അതെ, ഇത് അവളുടെ കഥയാണ്, കഥയില്ലാത്തവളുടെ കഥ. അവൻ ഡയറി മടക്കി വെച്ചു. ഉള്ളിലെവിടെയോ ഒരു നേരിയ നോവ്. എന്തായിരിക്കും മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രം ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച കാരണം? ആകെ ഒരു കയ്പ്, ഭയം. ആരോ കോണിപ്പടി കയറുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അനുവായിരുന്നു. ഏട്ടൻ എന്നോട് ചോദിച്ചില്ലേ മധുരയുടെ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന്? ചോദിച്ചു. കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച കോളേജിലെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കിട്ടി. അവൾ ആ ഫോട്ടോ അവന് നേരെ നീട്ടി. അവൻ ആ ഫോട്ടോ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി നോക്കി. ഒറ്റ നോട്ടത്തിൽ ഒരു പാവൻ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. പക്ഷെ അതിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ അവൻ ഞെട്ടി. അവളുടെ കണ്ണുകൾ, അന്ന് ഇരുട്ടത്ത് അവ്യക്തമായി കണ്ട മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ചെങ്കനലിൻ്റെ നിറമുള്ള കത്തുന്ന കണ്ണുകൾ, അഴിഞ്ഞുലഞ്ഞ മുടിയിഴകൾ. ഉള്ളിൽ തോന്നിയ പരിഭ്രമം അവളുടെ മുന്നിൽ കാണിക്കാതിരിക്കാൻ അവൻ പാടുപെട്ടു. അവൾ തിരിച്ച് കോണിപ്പടി ഇറങ്ങിയപ്പോൾ അവൻ ആ ഫോട്ടോ എടുത്ത് ഡയറിക്കുള്ളിൽ വെച്ചു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് നോക്കി. പെട്ടെന്ന് ആ വീടിൻ്റെ കിളിവാതിലിലൂടെ ആരോ തന്നെ നോക്കുന്നതായി അവന് തോന്നി. സമയം ഏകദേശം സന്ധ്യ കഴിഞ്ഞിരുന്നു. അവിടെ എല്ലാവരും വിവാഹത്തിൻ്റെ തിരക്കിലാണ്. മടുപ്പ് തോന്നിയിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. മാനത്ത് നേരിയ മഴക്കാറുണ്ട്. അവൻ ആ ചിറയുടെ അരിയിൽ നിന്നു. കുറച്ചു മുൻപത്തെ നടുക്കം അവനിൽ നിന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. വിറയ്ക്കുന്ന കാലടികളോടെ അവൻ ആ പടവുകൾ ഇറങ്ങി. വെള്ളത്തിന് കലങ്ങിയ കരിനീല നിറമായിരുന്നു. ഈ പടവുകളിൽ ഒരുപക്ഷെ അവളുടെ കണ്ണീർ വീണിരിക്കാം. ഓളങ്ങൾ ജീവനുണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു അവൾ പറഞ്ഞ കഥ എന്തായിരുന്നുവെന്ന്. പെട്ടെന്ന് അന്തരീക്ഷം തണുക്കുന്നത് പോലെ തോന്നി. ആരും അടുത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, ആര് വരാൻ? ഇനി വരാനുണ്ടെങ്കിൽ അത് അവളേ ഉള്ളൂ, ആ കഥയില്ലാത്തവൾ. അവൻ വെള്ളത്തിലേക്ക് നോക്കി. അതിൽ അവനൊപ്പം മറ്റാരുടെയോ പ്രതിബിംബം. അവൻ്റെ ശ്വാസം നിന്നു. ആരോ തൻ്റെ പിന്നിൽ നിൽക്കുന്നത് അവനിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ആരുടെയോ ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ കഴുത്തിൽ തട്ടി. അവൻ അനങ്ങാതെ നിന്നു. പിന്നെ സർവ്വശക്തിയും എടുത്ത് തിരിഞ്ഞു നോക്കി. ഇല്ല, ആരെയും കണ്ടില്ല. പക്ഷേ കൽപ്പടവിൽ ആരുടെയോ നനഞ്ഞ കാൽപ്പാടുകൾ, കുറച്ചകലെ കരിയിലകൾ ഞെരുങ്ങുന്ന ശബ്ദം. അവൻ ആ പടവുകൾ കയറി മുകളിലെത്തി. ചുറ്റിനു നോക്കി. പൂത്ത ചമ്പകത്തിൻ്റെ ഗന്ധം കാറ്റിന്. അവൻ്റെ അടുത്ത് നിന്ന് കുറച്ചു മാറി ഒരു മരത്തിൻ്റെ അരികിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. കാപ്പിപ്പൊടി നിറത്തിലുള്ള പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം. അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിൽ ചെമ്പകപ്പൂക്കൾ കുരുങ്ങിക്കിടക്കുന്നു. അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആരാ നീ? അവൻ അവൾക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു. അവൾ വീണ്ടും തിരിഞ്ഞു മുന്നോട്ട് നടന്നു. അവൻ അവൾക്ക് പിന്നാലെ നടന്നു. എവിടേക്കെന്നോ എന്തിനെന്നോ അറിയാതെ അവൾ നടപ്പിന് വേഗത കൂട്ടി. ഇടയ്ക്കവൾ കണ്ണെത്താ ദൂരത്ത് നിന്നും എങ്ങോട്ടോ മറഞ്ഞു. അവളുടെ കുലിസിന്റെ കിലുക്കം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ആകാശം കലങ്ങി മറഞ്ഞു. ചെറിയ ചാറ്റൽ മഴ പെയ്തു. മഴ നനഞ്ഞ് അവൾക്ക് പിന്നാലെ അവൻ നടന്നെത്തിയത് അവളുടെ ആ പഴയ വീട്ടിലേക്കായിരുന്നു. അവനെ ആകെ ഒന്ന് പകച്ചു നോക്കി. ചുറ്റിനും ഇരുട്ട് കറുത്തു തുടങ്ങി. അവളൊന്ന് നിന്നു. എന്നിട്ട് ആ വീടിൻ്റെ ഇറയത്തേക്ക് കയറി. അവൻ്റെ ചങ്കി ഇടിച്ചു തുടങ്ങി. ഇതുവരെ ഇല്ലാത്തൊരു ഭയം അവൻ്റെ ഉള്ളിൽ വന്നു മൂടി. അവൾക്ക് മുന്നിൽ ആ അടച്ചിട്ടിരിക്കുന്ന വാതിൽ മലർക്കെ തുറന്നു. അവൾ അതിനകത്തേക്ക് കയറി. ഉടനെ വാതിലൊരു ശബ്ദത്തോടെ അടഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞു നിന്ന വിയർപ്പ് തുള്ളികൾ തുടച്ചവൻ ആ വാതിലിലേക്ക് നോക്കി. ഉത്തരത്തിൽ തൂക്കിയിരിക്കുന്ന വിളക്കിൽ തിരി തെളിഞ്ഞു കത്തി. അവന് കയറാൻ എന്ന പോലെ വാതിൽ ഒരിക്കൽ കൂടി തുറന്നു. അവൻ അകത്തേക്ക് നോക്കി. നടുമുറയിൽ കരിനീലിച്ചു കിടക്കുന്ന അവളുടെ കാൽപ്പാടുകൾ. അവനൊന്ന് മടിച്ചു നിന്നു. പിന്നെ സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് അവൻ നടക്കല്ലിലേക്ക് കാലെടുത്തു വെച്ചു. ശ്രീകുട്ടാ! പിന്നിൽ നിന്നാ വിളി കേട്ടതും വാതിലടഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഉത്തരത്തിൽ തൂക്കിയിരുന്ന വിളക്ക് കെട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ചെറിയച്ഛനായിരുന്നു. ഒപ്പം ജിത്തുവും ഉണ്ടായിരുന്നു. ടോർച്ചിൻ്റെ വെളിച്ചം മുഖത്ത് തട്ടി. നീ എന്താ ഇവിടെ? ചോദ്യത്തിൽ നീരസമുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇവിടം വരെ. നടക്ക്, ഇവിടെ എല്ലാവരും നിന്നെ തിരക്കുന്നുണ്ട്. ചെറിയച്ഛൻ ടോർച്ചും പിടിച്ച് മുന്നിൽ നടന്നു. പകുതി വഴി എത്തിയപ്പോൾ അയാൾ അവനോട് പറഞ്ഞു, നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നടന്നതൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ആരോടും പറയാതെ രാത്രി പുറത്തിറങ്ങി നടപ്പ് വേണ്ട. രാവിലെ നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ.
അവൻ സമ്മതം മൂളി മുന്നോട്ട് നടന്നു. അവന് കണ്ടെത്തേണ്ടതുണ്ട് 2 ചോദ്യങ്ങളും ഒരു ഉത്തരവും. അവൾ എന്നെ തേടി വന്നതോ അതോ ഞാൻ അവളെ തേടി വന്നതോ? പാതി തുറന്നിട്ട ജനാലയ്ക്കപ്പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു മുമ്പേ പെരുമഴ ആർത്തലച്ച് പെയ്തിരുന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് ശ്രീഹരി ജനാലയ്ക്ക് അരികിൽ നിന്നു. മനസ്സിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ അപ്പോഴും പെയ്യാൻ ബാക്കി നിന്നു. ആരായിരുന്നു കുറച്ചു മുമ്പ് താൻ കണ്ട ആ പെൺകുട്ടി? എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? പെട്ടെന്നാണ് അവൻ പകുതി എഴുതി വെച്ച കഥയുടെ കാര്യം ഓർമ്മ വന്നത്. മേശപ്പുറത്തിരുന്ന ഡയറി എടുത്ത് തുറന്നു നോക്കി. അതിൻ്റെ ഉള്ളിൽ അവളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ഡയറി തുറന്നു നോക്കിയപ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടി. അവൻ എഴുതി വെച്ച താളുകളിൽ നിറയെ രക്തത്തുള്ളികൾ. അവൻ അവളുടെ ഫോട്ടോ എടുത്തു നോക്കി. അതിലും ചോരപ്പാടുകൾ ഉണങ്ങിപ്പിടിച്ചു കിടക്കുന്നു. ഭയം കൊണ്ട് അവൻ്റെ കയ്യിലെ ഡയറി നിലത്ത് വീണു. നിലത്ത് കിടന്ന ഡയറിയുടെ താളുകൾ തനിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ കട്ടിലേക്ക് ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം ശാന്തമായി. മഴമേഘങ്ങൾ നീങ്ങി. ആകാശത്ത് നിലാവ് തെളിഞ്ഞു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് ജനാലയ്ക്കരികിൽ ചെന്ന് നിന്നു. അവളുടെ ആ കൊച്ചു വീടിന് മുന്നിൽ വെളിച്ചമുണ്ടായിരുന്നു. അവൻ ജനാല തുറന്നിട്ട് അവിടേക്ക് നോക്കി. ആ വീടിന്റെ വരാന്തയിൽ തൂണിൽ ചാരി ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഇരുട്ടിലും അവൻ വ്യക്തമായി കണ്ടു. അവൾ തലചിരിച്ച് അവനെ തന്നെ നോക്കുന്നു. അവൾ നടക്കല്ലിറങ്ങി മുറ്റത്തെ തുളസിത്തറയിൽ വന്നു നിന്നു. അവളുടെ അഴിച്ചിട്ട മുടിയിഴകൾ കാറ്റിൽ പടർന്നു. അവളുടെ നോട്ടം വീണ്ടും അയാളുടെ കണ്ണിൽ വന്ന് തറച്ചു. അവൻ ഒച്ചയുണ്ടാക്കാതെ വാതിൽ തുറന്നു. പതിയെ കോണിപ്പടികൾ ഇറങ്ങി പുറകുവശത്തേക്ക് വന്നു. ആ വീടിന്റെ മുറ്റത്ത് അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടേക്ക് നടന്നു. അവളുടെ തൊട്ടരികിലെത്താറായപ്പോഴേക്കും അവൾ മുന്നോട്ട് നടന്നു. അവളുടെ പാദസുരത്തിന്റെ കിലുക്കം അലകളായി അവന്റെ കാതിൽ വന്ന് പതിച്ചു. അവൻ അവളുടെ പിന്നാലെ നടന്നു. വീടിന്റെ പിന്നിലെ തോട്ടവും കടന്നു. അവളുടെ നിഴൽ രൂപം മുന്നോട്ട് പോയി. ഇടയ്ക്കെപ്പോഴും അവൻ നിന്നു. മുട്ടിൽ കൈവച്ച് കിതച്ചുകൊണ്ട് ചുറ്റിനും നോക്കി. വിജനമായ ഇടം. ചുറ്റും ഇടതൂർന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും. അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഭയം വന്നു. അവൾ അപ്പോഴേക്കും അവന്റെ കണ്ണെത്താ ദൂരത്തേക്ക് അകന്നുപോയിരുന്നു. ഇനി എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കുറച്ചകലൊരു വെളിച്ചം കണ്ട് അവൻ അങ്ങോട്ട് നടന്നു. അവൻ നടന്നു കയറിയത് ഒരു പഴയ കാവിലേക്കായിരുന്നു. അവൻ ചുറ്റിനും അത്ഭുതത്തോടെ നോക്കി. നിലാവിന്റെ നീലവെട്ടം അവിടെയാകെ പരന്നിരിക്കുന്നു. അങ്ങിങ്ങായി പൂത്തു നിൽക്കുന്ന ചെമ്പകമരം. ചെമ്പകപ്പൂക്കൾ നിലത്ത് വീണ് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയാകെ പൂത്ത ചെമ്പകത്തിന്റെ ഗന്ധം. കാട് പിടിച്ച് വളർന്നു നിന്നിരുന്ന മരങ്ങൾക്കും കാട്ടുവള്ളികൾക്കും നടുവിലെ നാഗശില. അതിന് താഴെ മഞ്ഞളും കുങ്കുമവും കലങ്ങിക്കിടക്കുന്നു. കാറ്റിൽ മരം പെയ്തപ്പോൾ അവനാകെ നനഞ്ഞു. പക്ഷെ അവളെ മാത്രം അവിടെ കണ്ടില്ല. നാഗത്തറയിലേക്ക് നോക്കി അവൻ ഞെട്ടി. നാഗശിലയിൽ ചുറ്റി ഒരു സർപ്പം. പെട്ടെന്ന് വീശിയ തണുത്ത കാറ്റിൽ വള്ളിച്ചെടികൾ വിറച്ചു. അവന്റെ കാതിൽ ആരുടെയോ നിശ്വാസം പതിച്ചു. ആരോ കിതയ്ക്കുന്ന ശബ്ദം. ഈറനണിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ ഇറ്റി വീണു. അവൻ തിരിഞ്ഞു നടന്നു. ശ്രീഹരി! പിന്നിൽ നിന്നൊരു വിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അവന്റെ കണ്ണുകളെ അവന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന് നേരെ മുന്നിലൊരു പെൺകുട്ടി. അവളുടെ കണ്ണുകൾ ചെങ്കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ചുവപ്പ് വേരുകൾ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടു. അവളുടെ മുടിയിഴകളിൽ അപ്പോഴും ചെമ്പകപ്പൂക്കൾ കുരുങ്ങിക്കിടന്നു. അവന്റെ നെഞ്ചിൽ ഇടിമുഴക്കമുണ്ടായി. ഭയമോ ആകാംക്ഷയോ അത്ഭുതമോ എന്നറിയാത്ത എന്തോ ഒന്ന് അവനെ ചൂഴ്ന്നു. ചെറുകാറ്റിൽ ഉടലാകെ കോരിത്തിരിച്ചു. അവൾ സുന്ദരിയായിരുന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അവന് ധൈര്യം വന്നില്ല. അവൻ ബോധം നശിച്ച പോലെ അവിടെ നിന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയാമായിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. നീ ആരാ? അവന്റെ ഇടറിയ ശബ്ദം പുറത്തേക്ക് വന്നു. മധുര മീനാക്ഷി. അവൻ തിരിഞ്ഞോടാനെന്നോണം കാലടികൾ പിന്നോട്ട് വെച്ചു. പൊയ്ക്കോളൂ, പക്ഷെ നിനക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. നീ അറിയാത്തൊരു സത്യമുണ്ട്. നിന്നെ ഈ നാട്ടിലെത്തിച്ചതും അവിടെ നിന്ന് ഇവിടെ എൻ്റെ തൊട്ടടുത്തെത്തിച്ചതും ഞാൻ തന്നെയാണ്. അവൻ്റെ ഹൃദയം നിന്നുപോയി. എന്താ നിന്റെ ഉദ്ദേശം? മരണം, അവൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. ജീവിച്ചിരിക്കുന്നവർക്കേ ആയുധം കൊണ്ട് പ്രതികാരം ചെയ്യാൻ കഴിയൂ. പക്ഷേ മരിച്ചവരുടെ ആയുധം ജീവിച്ചിരിക്കുന്നവരാണ്. എന്നെയാണോ നിനക്ക് വേണ്ടത്? അല്ല, നിന്നിലൂടെ എനിക്ക് മറ്റു പലരെയാണ് വേണ്ടത്, നിന്റെ പ്രിയപ്പെട്ടവരെ. ഇല്ല, നിന്റെ പ്രതികാരത്തിന് ഞാനൊരിക്കലും കൂട്ടുനിൽക്കില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി പൊട്ടിച്ചിതറിയ മുത്തുപോലെ അവിടെയാകെ ചിന്നിച്ചിതറി. അവൾ കുറച്ചുകൂടി അവനടുത്തേക്ക് നീങ്ങി നിന്നു. അന്ന് നീ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണത് ഓർക്കുന്നുണ്ടോ? അന്ന് നിന്നെ ഭയപ്പെടുത്തിയത് ഞാനാണ്. അറിയാം. അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നിന്റെ ഓരോ ചെയ്തികളിലും, നിന്റെ വാക്കുകളെ പ്രവൃത്തികളെയും, എന്തിന് നിന്റെ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഞാനാണ്. ഇപ്പോഴും നിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണ്. അവൻ്റെ കാൽപാദങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിൽക്കാൻ കഴിയാതെ അവൻ പിന്നോട്ടാഞ്ഞു. കാൽ വഴുതിയവൻ ചെമ്പകപ്പൂക്കൾ വീണ് കിടക്കുന്ന മണ്ണിലേക്ക് വീണു.
നിലത്ത് കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അവൾ ചുറ്റുമൊന്ന് തറപ്പിച്ചു നോക്കി. അവളുടെ നോട്ടത്തിൽ ചുറ്റും നിന്ന കാട്ടുവള്ളികൾ സർപ്പം പോലെ ഇഴഞ്ഞു വന്ന് അവൻ്റെ കൈകളും കാലുകളും കെട്ടിയിട്ടു. അവൻ അനങ്ങാൻ കഴിയാതെ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് പറന്നു വീണുകൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണതയെ നേരിടാനാവാതെ അവൻ കണ്ണുകളടച്ചു. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. കണ്ണു തുറന്നപ്പോൾ ചിറ്റമ്മയായിരുന്നു. അവൻ ഞെട്ടി എഴുന്നേറ്റു. ശ്രീകുട്ട, നീ എന്താ വരാന്തയിൽ വന്ന് കിടന്നത്? അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്ന് മുത്തശ്ശിയും മനുവും അവിടേക്ക് വന്നു. അവൻ വിറങ്ങലിച്ച ആ വരാന്തയിലിരുന്നു. അവൻ്റെ ദേഹമാകെ തണുത്ത് മരവിച്ച അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ജിത്തു ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത്. ഇവനിപ്പോഴും ഉണ്ടോ ഈ ശീലം? അവർ ആകാംക്ഷയോടെ ജിത്തുവിനെ നോക്കി. എന്ത് ശീലം? അനുവായിരുന്നു ചോദിച്ചത്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ശീലം. ഹോസ്റ്റലിൽ വെച്ച് ഇതവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു. അവരവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. തലവഴി തണുത്ത വെള്ളം ഒഴിച്ചപ്പോഴാണ് അവന് ബോധം തിരിച്ചു കിട്ടിയത്. കുളി കഴിഞ്ഞ് കോണിപ്പടി ഇറങ്ങി നടുമുറിയിൽ വന്നപ്പോൾ അനാമിക അടുത്തേക്ക് ഓടി വന്നു. ശ്രീയേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താടി? ഒന്നിങ്ങ് വന്നേ. അവളവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. അവിടെ സിറ്റ് ഔട്ടിൽ ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു. ശ്രീയേട്ടാ, ഇതാണ് ശരത്തേട്ടൻ. ഇതാണ് ഞാൻ പറയാറുള്ള ശ്രീയേട്ടൻ. അവൾ തൻ്റെ പ്രതിശ്രുത വരനെ അവനെ പരിചയപ്പെടുത്തി. അറിയാം, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കഥകളൊക്കെ, എഴുതുമല്ലേ? അവൻ അയാളോട് കുറേ നേരം സംസാരിച്ചു നിന്നു. പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി, നല്ല ചെറുപ്പക്കാരൻ, കുറ്റം പറയാനില്ലാത്ത പെരുമാറ്റം, ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പ്രകൃതം, അനുവിന് ചേരുന്ന ആളാണെന്ന് മനസ്സിൽ തോന്നി. വെയിലൊന്ന് ചാഞ്ഞപ്പോൾ അവർ മൂന്നുപേരും ഒന്നിച്ച് നടക്കാനിറങ്ങി. ക്ഷേത്രക്കുളത്തിൻ്റെ കൽപ്പടവിൽ ഇരുന്നു കൊണ്ട് പഴയ കഥകൾ പറഞ്ഞു. കമിതാക്കളോടൊപ്പം ഇരിക്കുമ്പോഴുള്ള മടുപ്പറിയാവുന്നതുകൊണ്ട് അവൻ അല്പം മാറിയിരുന്നു. ഒറ്റയ്ക്കിരുന്നപ്പോൾ അവൻ്റെ മനസ്സ് ചിന്തകൾ കൊണ്ട് വാചാലമായി. ഉള്ളിൽ കിടന്നു പുകയുന്ന അനേകം ചോദ്യങ്ങൾ കെട്ടഴിച്ചിട്ടു. ഒറ്റയ്ക്കായോ? പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സന്യാസി എന്ന് തോന്നിക്കുന്ന ഒരാൾ. അയാളുടെ മുഖത്ത് വല്ലാത്തൊരു തേജസ് ഉണ്ടായിരുന്നു. എവിടെയോ കണ്ട പരിചയം. ആരാ? മനസ്സിലായില്ല. ഈ ലോകത്ത് ആർക്കാ ആരെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവനൊന്ന് ചിരിച്ച് അയാളും. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇയാൾക്കല്ലേ? ഇല്ല. എന്തേ അങ്ങനെ ചോദിച്ചേ? മനസ്സിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം അയാൾ പറഞ്ഞു, തൻ്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു അസ്വസ്ഥതയായ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം. അവനൊന്ന് ഞെട്ടി. സൂക്ഷിക്കണം, അവൾ അപകടകാരിയാണ്. നീയല്ല, നിന്നിലൂടെ മറ്റാരോ ആണ് ലക്ഷ്യം. അത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ സംഹാര രുദ്രയാവും, കുലം മുടിക്കും. ഇനി എന്താ ഇതിനൊരു വഴി? അവൻ ചോദിച്ചു. ഇപ്പോൾ അവളുടെ മാർഗം തടസ്സപ്പെടുത്താതിരിക്കുക. ആദ്യം അവളുടെ ഇര ആരാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് അവൻ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല. അയാൾ തൻ്റെ തോൾസഞ്ചിയിൽ നിന്നും ഒരു ചരടെടുത്തു. അതിൽ കുറെ ഏലസും മുത്തുകളും. ഇത് വച്ചോ, പഞ്ചഭൂതങ്ങളെ ആവാഹിച്ച രക്ഷയാണ്. ആർക്കാണോ അപകടമുണ്ടാകാൻ പോകുന്നത് ഇത് അയാളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറയണം. ഭയപ്പെടേണ്ട, ഞാൻ പ്രാർത്ഥിക്കുന്ന മൂർത്തികൾ നിങ്ങൾക്ക് കാവലുണ്ടാകും. അവനൊരു നിമിഷം അയാളെ തൊഴുതു. വേണ്ട, തൊഴുക, ഞാൻ ഈശ്വരനല്ലല്ലോ. നിങ്ങൾ ആരാണ്? അയാളൊന്ന് ചിരിച്ചു. ചില കർമ്മങ്ങൾ ചെയ്യാൻ കാലം ചുമതലപ്പെടുത്തിയ ഒരാൾ. അയാൾ തിരിഞ്ഞു നടന്നു. അവൻ അയാളെ നോക്കി നിന്നു. ആ രക്ഷ അവൻ്റെ കയ്യിൽ കിടന്നു വിറച്ചു. ഹരി കൽപ്പടവുകളിലേക്ക് നോക്കി വെറുതെ നിന്നു. മനസ്സിൽ 1000 ചോദ്യങ്ങളായിരുന്നു. ആരാണ് അയാൾ? കാലം എന്തിനാണ് അയാളെ തൻ്റെ മുന്നിൽ എത്തിച്ചത്? എവിടെയും എത്തിപ്പെടാത്ത ചിന്തകളുമായി നിൽക്കുമ്പോഴാണ് അനുവും ശരത്തും കയറി വന്നത്. ആരാ ശ്രീയേട്ടാ അത്? ആവോ അറിയില്ല, ഏതോ സന്യാസിയാണെന്ന് തോന്നുന്നു. അയാൾ തന്നത് ഈ രക്ഷ. അയാൾ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഓരോ ആൾ ദൈവങ്ങൾ. ശരത്തായിരുന്നു മറുപടി പറഞ്ഞത്. അവനൊന്ന് ചിരിച്ചു, പിന്നെ മുന്നോട്ട് നടന്നു. ശ്രീഹരിയോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് ശരത്ത് പോയി കഴിഞ്ഞപ്പോൾ അവൻ പുറത്തു മച്ചിലേക്കുള്ള കോണിപ്പടിയിൽ ഒറ്റയ്ക്കിരുന്നു. മനസ്സിലൊരു ഭാരം കയറ്റിവെച്ചതുപോലെ. അനുവും ശരത്തും തന്നെ മറന്നുപോയത് പലതും ഓർമ്മിപ്പിക്കുന്ന പോലെ. ഉമ, 7 വർഷം മനസ്സിൽ കൊണ്ടു നടന്നവൾ ഇന്നവൾ തന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് 3 വർഷം തികയുന്നു. എങ്കിലും ഇപ്പോഴും കണ്ടു മറന്നത് പലതും വീണ്ടും കൺമുന്നിൽ കാണുമ്പോൾ ഒരിക്കലും ഒരു മോചനമില്ലാത്ത ഒരു ഒഴിയാബാധ പോലെ ഭൂതകാലം തന്നെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ ആ ഓർമ്മകൾക്കൊരു സുഖമുണ്ട്. ജീവിച്ച് മരിക്കുകയും മരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പോലെ ഒരു സുഖം. അവൻ എഴുന്നേറ്റ് നടുമുറിയിലേക്ക് നടന്നു. അവിടെ ചിറ്റമ്മ അവനും ജിത്തുവിനുമുള്ള ചായ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചായയും എടുത്തുകൊണ്ട് വരാന്തയിലേക്ക് പോയി. ഫേസ്ബുക്കിലൂടെയാണ് ശരത്തും അനാമികയും തമ്മിൽ പരിചയപ്പെട്ടത്. 1.5 വർഷം പരസ്പരം കാണാതെ പ്രണയിച്ചു. പിന്നീട് കണ്ടുമുട്ടി. ഒടുവിൽ വിവാഹം വരെ എത്തി. അത്ഭുതത്തോടെയാണ് അവൻ ആ പ്രണയകഥ കേട്ടിരുന്നത്. മുഖപുസ്തകത്തിലെ ബന്ധങ്ങൾക്ക് വെറും നീർക്കുമിളകളുടെ ആയുസ് മാത്രമുള്ളൂ ഈ കാലത്ത്. അനേകം പേർ ചതിക്കപ്പെടുന്നു.
ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത അതേ ഫേസ്ബുക്കിലൂടെയാണ് 2 ഇണപ്രാവുകൾ അവരുടെ ഹൃദയം കൈമാറിയത്. ഇന്ന് ഞാൻ അവളെ കണ്ടു. പകയടങ്ങാത്ത കണ്ണുകളും കലിയൊടുങ്ങാത്ത മനസ്സുമായി അവൾ എൻ്റെ മുന്നിൽ. ആരുടെ ഇടനെഞ്ച് കീറി രക്തം കുടിച്ചാണ് ഇനി അവളുടെ സംഹാര താണ്ഡവം? അന്ന് രാത്രി അവൻ ഡയറിയിൽ കുറിച്ചിട്ടു, കഥയുടെ പുതിയ ഭാഗം എഴുതി തുടങ്ങണം. ഡയറി അടച്ചു വെച്ചവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മധുരയുടെ വീട്ടിലേക്ക്. അവൻ്റെ ഓരോ ചിന്തകളിലും ആ വീടാണ് ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക. ആ വീടിനകത്ത് നിന്ന് ആരോ തന്നെ ഇമ വെട്ടാതെ നോക്കുന്ന പോലെ. അന്നവൾ തന്നെ ക്ഷണിച്ചുകൊണ്ടുപോയതും അതേ വീട്ടിലേക്ക് തന്നെ. അവൻ്റെ സംശയം ഒന്നുകൂടി അവൻ ഊട്ടിയുറപ്പിച്ചു. ആ വീട്ടിൽ എന്തോ ഉണ്ട്. അവൻ തേടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തരുന്ന എന്തോ ഈ വീടിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ ഒരു തോന്നൽ. താഴെ നിന്നും ആരുടെയോ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ആരോ ഭയന്ന് നിലവിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി അത് അനുവായിരിക്കുമെന്ന്. അവൻ വേഗം എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ശബ്ദം കേട്ട് ജിത്തുവും അവിടെ എത്തിയിരുന്നു. അവിടെ കോണിപ്പടിക്ക് താഴെ ബോധമറ്റ് കിടക്കുകയായിരുന്നു അനാമിക. അവർ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുറെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അവളാകെ വിളറിയിരുന്നു. എന്തോ കണ്ട് പേടിച്ചരണ്ട പോലെ. ചിറ്റമ്മയും ചെറിയച്ഛനും അവളോട് കാര്യം തിരക്കി. എന്താ പറ്റിയേ? ശ്രീഹരി അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളോട് ചോദിച്ചു. അവൾ കിതച്ചുകൊണ്ട് ആ കോണിപ്പടിക്ക് മുകളിലേക്ക് കൈ ചൂണ്ടി. ശ്രീയേട്ടാ, ദാ അവിടെ ഞാൻ ആരെയോ കണ്ടു. രാത്രി വെള്ളം കുടിക്കാൻ മുറിയിലേക്ക് ഇറങ്ങിയതാ. പെട്ടെന്ന് ചെറിയച്ഛൻ കോണിപ്പടിക്ക് മുകളിലേക്ക് ടോർച്ചടിച്ച് നോക്കി. ഇവിടെ ആരെയും കണ്ടില്ലല്ലോ, നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവരകത്തേക്ക് പോയി. അവൻ ആ കോണിപ്പടിക്ക് മുകളിലേക്ക് നോക്കി. മുകളിലെ ഇടനാഴിയിൽ നിലാവിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവൻ കണ്ടു രൂപമില്ലാത്തൊരു നിഴൽ ചലിക്കുന്നത്. അവൻ മുകളിലേക്ക് കയറി ചുറ്റും നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. ഒരസ്വസ്ഥത തോന്നും വിധം കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. അവൻ പുറത്തേക്ക് നോക്കി. വീടിൻ്റെ പുറകുവശത്തെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന ഒരു സ്ത്രീരൂപം. ഇടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ അവൻ വ്യക്തമായി കൊണ്ടു ജ്വലിക്കുന്ന അവളുടെ കണ്ണുകൾ. അവൻ താഴേക്കിറങ്ങി. അവിടെ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു അനു. അവൻ അവളുടെ തോളത്ത് തട്ടിയപ്പോൾ അവൾ ഞെട്ടി. ഇവിടെ ഒന്നും ഇല്ലടി, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ല ശ്രീയേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. അവൻ അവളോട് സാവധാനത്തിൽ ചോദിച്ചു, നീ ആരെയാ കണ്ടത്? അവൾ കോണിപ്പടിക്ക് മുകളിൽ നിന്നും നോട്ടം മാറ്റാതെ കൃഷ്ണമണി ചലിപ്പിക്കാതെ പതുക്കെ പറഞ്ഞു, ഞാൻ കണ്ടത് അവളെയാണ്, മധുരയെ. അവൾ ഇവിടെയുണ്ട്. അവനൊന്ന് ഞെട്ടി. നിനക്ക് തോന്നിയതാണ്, ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശ്രീയേട്ടാ, ഞാനിത് മറ്റാരോടും പറഞ്ഞാലും വിശ്വസിക്കില്ല. ശ്രീയേട്ടനെങ്കിലും വിശ്വസിക്കുമെന്ന് കരുതി. ഇപ്പോൾ മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നാളെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ ആ കോണിപ്പടിക്ക് മുകളിലേക്ക് ഒന്നുകൂടി നോക്കി. പിന്നെ എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ മുറിയിലേക്ക് നടന്നു. രാവിലത്തെ തിരക്കെല്ലാം ഒഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ ശ്രീഹരി പതുക്കെ പുറത്തേക്കിറങ്ങി. കരിയില വീണ് ചിതറിക്കിടക്കുന്ന ആ വീടിൻ്റെ മുറ്റത്ത് നിന്നപ്പോൾ അവന് ഭയം തോന്നി. ദൂരെ നിന്ന് നോക്കിയപ്പോൾ കണ്ടതുപോലെയല്ല, ശരിക്കും ഒരു പ്രേതാലയം പോലെ. വീടിൻ്റെ നടക്കല്ല് തൊട്ട് മേൽക്കൂര വരെ കാട്ടുവള്ളികൾ പടർന്നു പിടിച്ചു നിന്നിരുന്നു. അന്ന് കണ്ട കടലാസ് റോസയും കുറ്റിമുല്ലയും ഇപ്പോൾ കണ്ടില്ല. മുറ്റത്തെ തുളസിത്തറയിലെ തുളസിച്ചെടിയെല്ലാം വാടിക്കരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ വീടിൻ്റെ ചുറ്റും നടന്നു. അരികിൽ നിൽക്കുന്ന മഞ്ചാടി മരങ്ങളിൽ നിന്നും മഞ്ചാടിക്കുരുക്കൾ രക്തത്തുള്ളികൾ പോലെ ചിതറിക്കിടക്കുന്നു. വീടിൻ്റെ പുറകിലത്തെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നത് അവൻ കണ്ടു. പേരറിയാത്തൊരു ഭയം അവൻ്റെ ഉള്ളിൽ കാട്ടുതീ പോലെ കത്തിപ്പടർന്നു. അവൻ ആ വാതിൽ പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി. അകത്താകിയ മാറാല പിടിച്ച് കിടന്നിരുന്നു. മറ്റേതോ ഒരു ലോകത്ത് അകപ്പെട്ടു പോയ പോലെ ഒരു തോന്നൽ. അവൻ അവിടുത്തെ അടുക്കള കടന്ന് മുന്നോട്ട് നടന്നു. വീടിൻ്റെ ഉള്ളിലത്തെ ചുവരുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്നു. കുറെ പഴകി ദ്രവിച്ച കസേരകളും ചിലയിടത്ത് ഇഴജന്തുക്കളും താമസമാക്കിയെന്ന് തോന്നി. ഹോളിലേക്ക് നടന്നപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ കണ്ടു. അവൻ ആ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ ആ വാതിലിൽ പതുക്കെ തള്ളി. ഇല്ല, പൂട്ടിയിട്ടില്ല. അല്പം ശക്തിയിൽ ഒന്നുകൂടി തള്ളിയപ്പോൾ വാതിൽ രണ്ടായി മലർക്കെ തുറന്നു. അത് അവളുടെ മുറിയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും തിരിച്ച് മധുരയ്ക്ക് പോയപ്പോൾ അവളുടെ മുറിയിലെ സാധനങ്ങളും ഒന്നും കൊണ്ടുപോയില്ലെന്ന് അനു പറഞ്ഞത് അവൻ ഓർത്തു. പതുക്കെ ആ മുറിയിലേക്ക് കയറി. അവിടെ അവൾ ഉപയോഗിച്ചിരുന്ന പലതും മടക്കി വച്ചിരുന്നത് അവൻ കണ്ടു. മേശപ്പുറത്തിരുന്ന കുറേ പുസ്തകക്കെട്ടുകൾ, കട്ടിലിൻ്റെ അരികിലെ ചുവരിൽ വലിയ പൊട്ടുകൾ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ഒരു കണ്ണാടി. പെട്ടെന്ന് കാറ്റിൽ ആ മുറിയുടെ വാതിലുകൾ അടഞ്ഞു. അവനൊന്ന് ഞെട്ടി. പിന്നെ ചുറ്റും നോക്കി. ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ജിജ്ഞാസ കൊണ്ടായിരിക്കും ഭയം അവൻ മറന്നു. അവൻ ആ മുറി ഒന്നുകൂടി സസൂക്ഷ്മം വീക്ഷിച്ചു. മേശപ്പുറത്ത് എടുത്തു വച്ചിരുന്ന ചെറിയ കൃഷ്ണന്റെ ചിത്രം. അവൾ കൃഷ്ണഭക്തിയായിരുന്നു. അതിനൊപ്പം ഒരു ചെറിയ ഓട്ടുപാത്രത്തിൽ മഞ്ചാടിക്കുരുവും പൊട്ടിപ്പോയ മാലയുടെ മുത്തും മയിൽപീലിത്തുണ്ടുകൾ. അതിനടുത്തായി ഒരു ഡയറി. ഒരു നിമിഷം അവനൊന്ന് ആലോചിച്ചു. പിന്നെ അടുത്ത് ചെന്ന് മേശപ്പുറത്തിരുന്ന ആ ഡയറി പതുക്കെ കയ്യിലെടുത്തു. അപ്പോഴേക്കും ആ മുറിയിലെ പഴയ സീലിംഗ് ഫാൻ വികൃതമായ ഒരു ശബ്ദത്തോടെ കറങ്ങാൻ തുടങ്ങി.
ആ കാറ്റിൽ മൈലാഞ്ചിയുടെയും ശിങ്കാർ പൊട്ടിൻ്റെയും ഗന്ധം. അവനതിൻ്റെ താളുകൾ ഓരോന്നായി മറിച്ചു നോക്കി. തമിഴിലാണ് എഴുതിയിരിക്കുന്നത് പലതും. തമിഴവന് വശമില്ലാത്ത ഭാഷയും. ആ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും എന്തോ നിലത്തേക്ക് പറന്നു വീണു. അവൻ നിലത്ത് നിന്നും അതെടുത്തു നോക്കി. ഒരു അപൂർണമായ ഫോട്ടോയായിരുന്നു അത്. മധുരയുടെ ഫോട്ടോ. അവളുടെ അടുത്ത് നിൽക്കുന്ന ആരെയോ അതിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു. അതാരായിരുന്നു? അവൻ അവിടെയാകെ പരതി. പിന്നെ ഡയറി എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. മേശവരി വലിച്ചു മാറ്റിയപ്പോൾ അവൻ കണ്ടു ഒരു ഫോട്ടോയിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന അനാമികയുടെ ചിത്രം. നെഞ്ചിടിപ്പോടെ അവൻ അത് കയ്യിലെടുത്ത് നോക്കി. മനസ്സിൽ ദേഷ്യവും സങ്കടവും ഭയവുമായിരുന്നു. അവൻ വേഗത്തിൽ കറങ്ങുന്ന ആ സീലിംഗ് ഫാനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ഊഹം തെറ്റിയില്ല. അവളുടെ ഇര, അവൾ തേടുന്ന ശത്രു, അതവൻ്റെ കുഞ്ഞനുജത്തി അനുവായിരുന്നു. മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീലിംഗ് ഫാനിൻ്റെ വേഗത കൂടി വന്നു. അവൻ ഫാനിലേക്ക് നോക്കി മരവിച്ച് നിന്നു. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നപ്പോൾ മുകളിലെ സീലിംഗ് ഫാനിൽ മുകളിൽ നിന്നും താഴേക്ക് വീണു. അവൻ ഞെട്ടിപ്പെട്ടെന്ന് പിന്നോട്ട് മാറി. തലനാരഴിക്കാണ് രക്ഷപ്പെട്ടത്. മരണം തൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ജീവനം കൊണ്ട് മുറിവിട്ട് പുറത്തിറങ്ങി. അവൻ കയറി വന്ന പിൻവാതിൽ ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ പുറകുവശത്തേക്ക് ഓടിയെത്തി അവൻ ഞെട്ടി. അവിടെ അങ്ങനെ ഒരു വാതിലില്ല. അപ്പോൾ ഞാൻ കയറി വന്നതോ? പുറകിലെ അടുക്കളവാതിൽ അവൻ സർവ്വശക്തിയും എടുത്ത് തള്ളി നീക്കി. പക്ഷേ തുറക്കാൻ കഴിഞ്ഞില്ല. തനിക്കിനി ഈ മുറി വിട്ടു പോകാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. അവൻ നടുമുറിയിലേക്ക് നടന്നു. നടുമുറിയിൽ വെച്ചിരുന്ന ഒരു വലിയ അലമാര ഇളകുന്നത് അവൻ കണ്ടു. മുറിയിലെ കസാരയും ഇളകുന്നുണ്ട്. അലമാര അടുത്ത നിമിഷം അവൻ്റെ മുകളിലേക്ക് വന്ന് വീഴുമെന്ന് മനസ്സിലായി. ഓടി രക്ഷപ്പെടാനോ അനങ്ങാനോ പറ്റാത്ത വിധം കാലുകൾ മരവിച്ചു പോയിരുന്നു. അവൻ ചെവി പൊത്തി കണ്ണടച്ചു നിന്നു. പെട്ടെന്ന് അവൻ്റെ മുകളിലേക്ക് വന്നു വീഴാൻ പോയ അലമാര ആടിയാടി പെട്ടെന്ന് നിന്നു. അവൻ മുഖമുയർത്തി നോക്കി. മുന്നിലെ വാതിൽ മലർക്കെ തുറന്ന ശബ്ദം കേട്ട് ആരോ അകത്തേക്ക് നടന്നു വരുന്നു. മുറിയിലാകെ കാറ്റ് ആഞ്ഞു വീശി. വാതിലിലെ കർട്ടൻ നീങ്ങിയപ്പോൾ അവൾ അകത്തേക്ക്, അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഭയന്നില്ല, കാരണം അവനത് പ്രതീക്ഷിച്ചിരുന്നു. അവൾ അടുത്തേക്ക് വന്നപ്പോൾ അവൻ നിന്ന് വിറച്ചു. മധുര. അവനിൽ നിന്നും വാക്കുകൾ ഇടറി വീണു. അതെ, മധുരയാണ്. നിന്നെ ഇവിടെ എൻ്റെ മുന്നിൽ എത്തിച്ചതുവരെ ഞാൻ എഴുതി വെച്ച തിരക്കഥയായിരുന്നു. ഇനി ഈ കഥയിലെ നിന്റെ ഭാഗം കഴിഞ്ഞു. ഇന്ന് നിന്റെ സകല നിയന്ത്രണവും എൻ്റെ കയ്യിലാകും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഊഴമാണ്. നിന്റെ ശരീരവും എൻ്റെ മനസ്സുമായി ഞാൻ വേട്ട തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് അവന് മനോധൈര്യം തിരിച്ചു കിട്ടി. മരിക്കാൻ പോകുന്നവർ ഇനി എന്ത് ഭയക്കാൻ എനിക്കറിയാം. ഇത്രയും കാലം ഞാൻ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ ഉദ്ദേശം ഇനി നടക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും എൻ്റെ അനുവിനെ ഞാൻ രക്ഷപ്പെടുത്തും. അവൾ പൊട്ടിച്ചിരിച്ചു. എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് ഇവിടം വിട്ടു പോകുവാൻ സാധിക്കില്ല. പിന്നെങ്ങനെ നിനക്ക് നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിയുക? എനിക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാനല്ലേ നിന്റെ അനുവാദം വേണ്ടു? എനിക്ക് മരിക്കാൻ നിന്റെ അനുവാദം വേണ്ടല്ലോ. ഞാനില്ലാതായാൽ പിന്നെ എങ്ങനെ എന്നിലൂടെ നിന്റെ പ്രതികാരം വീട്ടാൻ കഴിയും? അവളിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൻ ആ വീടിൻ്റെ ഭിത്തിയിൽ തല ചെന്ന് ആഞ്ഞിടിച്ചു. അവൾ വെറുതെ നോക്കി നിന്നതേയുള്ളൂ. അവൻ ഭിത്തിയിൽ തല ആഞ്ഞിടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ വൈദ്യുതി പ്രവഹിക്കും പോലെ തോന്നി. അവൻ ബോധമറ്റ് നിലത്ത് വീണു. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവൻ അവിടുത്തെ പഴയ കട്ടിലിൽ കിടക്കുകയായിരുന്നു. തലക്ക് അസഹനീയമായ വേദന. ഭിത്തിയിൽ തല ചെന്നിടിച്ചിടം കരിനീരിച്ചു കിടക്കുന്നു. അവൻ കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കൈകൾ പുറകിലോട്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഇനി പഴുതുകളൊന്നുമില്ലെന്ന് മനസ്സിലായി. കാറ്റ് വീശിയപ്പോൾ പൂത്ത ചമ്പകത്തിൻ്റെ ഗന്ധം. അതെ, അവൾ അകത്തേക്ക് വന്നു. മധുര. അവൾ കട്ടിലിൽ അവൻ്റെ അരികിലായിരുന്നു. നീ മനുഷ്യനും ഞാൻ ആത്മാവുമാണ്. എന്നോട് മത്സരിച്ച് ജയിക്കാൻ നിനക്ക് കഴിയില്ല. പിന്നെ എന്നെ വിഷാദരോഗിയാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട അവളെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും. ശരി, ഞാൻ തോറ്റു, നീ ജയിച്ചു, അവൻ മറുപടി കൊടുത്തു. പക്ഷെ എനിക്കറിയണം, മരണശിക്ഷ വിധിക്കാൻ മാത്രം എൻ്റെ അനിയത്തി നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അവൾ എങ്ങനെയാ നിന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് എനിക്കറിയണം. പെട്ടെന്ന് അവളുടെ മുഖത്തെ ക്രൂരഭാവം മാഞ്ഞു. ചെങ്കനലിൻ്റെ നിറമുള്ള സ്വർണ്ണമിഴികൾ പെട്ടെന്ന് ആർദ്രമായി. കണ്ണിൽ നിന്നും തുളുമ്പിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകി അവൻ്റെ തോളിൽ വീണു. അവനെ പൊള്ളുന്നുണ്ടായിരുന്നു. കൂട്ടുകാരിയായിരുന്നില്ല, കൂടപ്പിറപ്പായിരുന്നു അവൾ എനിക്ക്. കുട്ടിക്കാലം തൊട്ടേ ഒരേ സ്കൂളിൽ പഠിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർ. അവൾ എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലാവരെയും കയ്യിലെടുക്കുന്ന പ്രകൃതമായിരുന്നു. ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന സ്വഭാവവും. +2 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പഠിക്കാൻ അച്ഛൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന്. എൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ തകർന്നു. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും നടുവിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടവളായി. അതിൻ്റെ ഇടയിൽ അമ്മ കുളിമുറിയിൽ തെന്നി വീണ് കിടപ്പിലായി. അമ്മയെ ശുശ്രൂഷിക്കൽ കൂടി എൻ്റെ കടമയായി. വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ എൻ്റെ ജീവിതം
ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ സമയം. അത്യാവശ്യത്തിനായി എന്തിനെങ്കിലും വിളിക്കാനായി അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കളയാൻ വച്ചിരുന്ന പഴയ ഫോൺ എനിക്ക് നന്നാക്കി തന്നിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ കയറിയത്. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ ആ ലോകം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. മാനസി എന്ന ഫേക്ക് അക്കൗണ്ടിലായിരുന്നു ഞാൻ മുഖപുസ്തകം ഉപയോഗിച്ചിരുന്നത്. എൻ്റെ ഫോട്ടോ അതിലില്ലായിരുന്നു. എൻ്റെ അക്കൗണ്ടായിരുന്നു അതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കഥകളെ പ്രണയിച്ചിരുന്ന എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ എഴുത്തുകാരുടെ കഥകളും കവിതകളുമായിരുന്നു ലോകം. ചാറ്റിങ്ങുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ശരത്തേട്ടനെ പരിചയപ്പെട്ടത്. പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരു ഫ്രണ്ട് റിക്വസ്റ്റ്. ആ റിക്വസ്റ്റും ശരത്തേട്ടനുമായുള്ള ഓൺലൈൻ സൗഹൃദവുമായിരുന്നു എൻ്റെ ജീവിതം മാറ്റിമറിച്ചതും. വാക്കുകൾ മുഴുവിപ്പിച്ചില്ല, അവളിരുന്ന് കിതച്ചു. ശരത്ത് എന്ന പേര് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ്റെ ചിന്തകൾ കുഴഞ്ഞു മറിയുന്നുണ്ടായിരുന്നു. അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു, ശരത്, അത് അനു വിവാഹം കഴിക്കാൻ പോകുന്നയാളല്ലേ? അതെ, അനുവിൻ്റെ ശരത്തേട്ടൻ. മരിക്കും മുമ്പ് വരെ എൻ്റെ എല്ലാമായിരുന്ന ശരത്തേട്ടൻ. ഒരിക്കലും പരസ്പരം കാണാതെ മനസ്സ് കൊടുത്ത 2 പേർ. അതായിരുന്നു അയാളും ഞാനും. അവൾ വാക്കുകൾ അവിടെ അവസാനിപ്പിച്ചു. അവിടെയാകെ ഒരു മൗനം തളം കെട്ടി നിന്നു. ആ മൗനത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അവളുടെ തേങ്ങലുകൾ ഉയർന്നു. ഒരു ആശ്വാസമായിരുന്നു എനിക്ക് ശരത്തേട്ടനുമായുള്ള ഓൺലൈൻ സൗഹൃദം. അധികവും ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നത് എഴുത്തുകളെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയുമായിരുന്നു. മാനസി എന്ന പേരിനപ്പുറം മറ്റൊന്നും എന്നെപ്പറ്റി അയാൾക്കറിയില്ലായിരുന്നു. അയാൾ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ശരത്തേട്ടനെ പറ്റി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫൈൽ പിക്ചറുകളിലൂടെ പരിചിതമായിരുന്നു എനിക്ക് ആ മുഖം. പതിയെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. ആ പ്രണയം എനിക്കൊരു ഭ്രാന്ത് പോലെയായി. ഒരു നേരം ഓൺലൈനിൽ കണ്ടില്ലെങ്കിൽ മനസ്സാകെ അസ്വസ്ഥമാകുന്ന അവസ്ഥ. 2 വർഷത്തോളം ഞങ്ങൾ പരസ്പരം കാണാതെ വാക്കുകളിലൂടെ പ്രണയിച്ചു. തമ്മിൽ കാണാതിരുന്നത് മനഃപൂർവ്വം തന്നെയായിരുന്നു. എങ്കിലും ഞാൻ എങ്ങനെ ഇരുന്നാലും ഏത് മതമായാലും എന്തുണ്ടായാലും എന്നെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് അയാൾ എനിക്ക് വാക്ക് തന്നു. ഒടുവിൽ ഞങ്ങൾ പരസ്പരം കാണാൻ തീരുമാനിച്ചു. ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് ഞാനെല്ലാം അനാമികയോട് തുറന്നു പറഞ്ഞത്. ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിൽക്കുന്നു എന്ന് കരുതി. പക്ഷെ അവൾ എന്നോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഒപ്പം ഞാൻ ചെയ്തത് അബദ്ധമായി പോയെന്നും സോഷ്യൽ മീഡിയയിലെ വൻ ചതിവലകളെക്കുറിച്ച് അവൾ എന്നോട് പറഞ്ഞു തന്നു. പിന്നെ ഞാനൊന്നും തിരിച്ചറിയാൻ വയ്യാത്തൊരു പൊട്ടിയാണെന്നും ശരത്തിനെ കാണാൻ എന്നോട് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു. പക്ഷെ അപ്പോഴും ശരത്തേട്ടനെ സംശയിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ച് ശരത്തേട്ടനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾ തമ്മിൽ കാണാമെന്ന് തീരുമാനിച്ച ദിവസം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതെയായി. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അവസ്ഥ അനുവിനോട് പറഞ്ഞപ്പോൾ ശരത്തിനെ കാണാൻ അവൾ ഒറ്റയ്ക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞു. അയാൾ ആരാണ് എന്താണെന്നൊക്കെ വ്യക്തമായി അറിഞ്ഞിട്ട് നീ പരിചയപ്പെട്ടാൽ മതിയെന്ന് അവൾ പറഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അന്ന് ശരത്തിനെ കാണാൻ പോയി തിരിച്ചു വന്ന അനാമിക പക്ഷേ പതിവിലും സന്തോഷത്തോടെയാണ് എൻ്റെ അടുത്ത് വന്നത്. ശരത്ത് നല്ല മനുഷ്യനാണെന്നും അയാളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ നീ ഭാഗ്യവതിയാണെന്നും അവൾ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ സന്തോഷിച്ച പോലെ ഒരുപക്ഷെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടുണ്ടാവില്ല. ഒത്തിരി കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ശരത്തേട്ടനെ കാണാൻ ഞാൻ അനാമികയുടെ കൂടെ പോയി. അന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അനാമിക, അവളെയായിരുന്നു മാനസിയായി അയാൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. എനിക്ക് പകരമായിട്ട് അപ്പോൾ ശരത്തേട്ടന് മുന്നിൽ അവളായിരുന്നു. കാലങ്ങളോളം മുഖപുസ്തകത്തിലൂടെ പ്രണയിച്ച അയാളുടെ കാമുകി. പകരം ഞാൻ അനുവിൻ്റെ വെറും കൂട്ടുകാരി മാത്രമായി. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലും അവൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഞാൻ ആ കാര്യം അനുവിനോട് ചോദിച്ചപ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. പതിയെ എല്ലാം ശരത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് അവൾ എന്നോട് പറഞ്ഞു. പാതി മനസ്സോടെയാണെങ്കിലും ഞാനിത് സമ്മതിച്ചു. അവളാണ് ശരിയെന്ന് ഞാനും വിശ്വസിച്ചു. പതിയെ ശരത്തേട്ടൻ്റെ മെസ്സേജുകൾ എനിക്ക് വരാതെയായി. ഓൺലൈനിലും കാണാറുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഫോൺ നമ്പർ കൈമാറി. ഫോണിലൂടെയായിരുന്നു പിന്നീട് സംസാരിച്ചത്. ഇതൊക്കെ ഞാനറിയാൻ വൈകിപ്പോയി. നാളുകൾ കഴിഞ്ഞു. പക്ഷേ ഞാനാണ് ശരത്തിൻ്റെ യഥാർത്ഥ കാമുകിയെന്ന് അനാമിക വെളിപ്പെടുത്തിയില്ല. എനിക്കത് ശരത്തേട്ടനോട് തുറന്നു പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് തോന്നി. എൻ്റെ മാനസിക നില തകരുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാത്ത അവസ്ഥ. അനുവും ശരത്തും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ഞാനൊരു സുഹൃത്തു വഴി അറിഞ്ഞു. അനാമിക എന്നിൽ നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ ആ സംശയം ഏകദേശം ഉറപ്പിക്കുകയായിരുന്നു. പുറത്തവരെ ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഉരുകി. ജീവൻ കൊടുത്ത് സ്നേഹിച്ചവൻ തൊട്ടടുത്തെത്തിയിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ എൻ്റെ ഹൃദയം നേറി. എൻ്റെ ക്ഷമയുടെ അവസാനത്തെ കണ്ണിയും പൊട്ടിയപ്പോൾ ഞാൻ അവളോടെല്ലാം തുറന്നു ചോദിച്ചു. മറുപടിയില്ലാതെ അവൾ എൻ്റെ മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഒടുവിൽ അവൾ എന്നോട് പറഞ്ഞു, ഇനി അവൾക്ക് ശരത്തേട്ടനെ മറക്കാൻ കഴിയില്ലെന്ന്, ഒന്നും അയാളോട് തുറന്നു പറയാൻ പറ്റില്ലെന്ന്.
അന്ന് ആദ്യമായി ഞാൻ അവളോട് പൊട്ടിത്തെറിച്ചു. എല്ലാം ഞാൻ അയാളോട് തുറന്നു പറയുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന് എന്നോട് അവൾ പറഞ്ഞു, നീ ഇനി എന്ത് പറഞ്ഞാലും അത് ശരത്ത് വിശ്വസിക്കാൻ പോകുന്നില്ല. വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ എനിക്ക് പറയണമായിരുന്നു. ഞാൻ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ എന്നെ കാണാൻ വന്നു. അവരുടെ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മോളെ, ശരത്തും അനാമികയും തമ്മിൽ ഒത്തിരി അടുത്തുപോയി. ഞങ്ങൾക്കും അവനെ ഒത്തിരി ഇഷ്ടമായി. നീയായിട്ട് ഇനിയൊന്നും അവനോട് പറയരുത്. പറഞ്ഞാലും ഇനിയൊരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അവൻ്റെ മനസ്സിലിപ്പോൾ അനാമികയാണ്. പിന്നെന്തിനാ നീയായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു കല്ലുകടിയാകുന്നത്? മോൾക്കും ഇതിലും നല്ല ബന്ധം കിട്ടും. മോളിതിനി ആരോടും പറയരുത്. ഇതൊരമ്മയുടെ അപേക്ഷയാണ്. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട അവർ എന്നോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ആരോടും പറയില്ലെന്ന് ഞാൻ ആ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കതകടച്ചിട്ട് കരഞ്ഞു. എൻ്റെ മുന്നിൽ ഓർമ്മകൾ കലങ്ങി മറയുന്നുണ്ടായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ഇറങ്ങി പുറത്തേക്ക് ഓടി. വീടിനരികത്തെ ചിറക്കരികിലെത്തിയപ്പോൾ ഞാൻ കിതച്ചു. പിന്നെ എന്തിനാണെന്നറിയാതെ പൊട്ടിച്ചിരിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? കാഴ്ച ഒന്ന് മങ്ങിത്തെളിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. ആത്മഹത്യ ആയതുകൊണ്ടാവാം എൻ്റെ ആത്മാവ് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടന്നു. ഇനി എൻ്റെ ആത്മാവിന് മോക്ഷം വേണം. അതിന് എൻ്റെ പ്രതികാരം എനിക്ക് ചെയ്തു തീർക്കണം. അവൾ പൊട്ടിക്കരഞ്ഞു. കാരണം എന്താണെന്നറിയില്ല, അവൻ്റെയും കണ്ണു നിറഞ്ഞു. പുറത്തു മഴ ആർത്തലച്ചു പെയ്തു. ഒരു മയക്കത്തിൽ നിന്നും ശ്രീഹരി കണ്ണു തുറന്നപ്പോൾ സമയം സന്ധ്യയായിരുന്നു. അവൻ്റെ കയ്യിലെ കെട്ടഴിഞ്ഞ് സ്വതന്ത്രമായിരിക്കുന്നു. അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് പിൻവാതിൽ വഴി പുറത്തേക്കിറങ്ങുമ്പോൾ അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്നവന് ഉറപ്പായിരുന്നു, ഇന്ന് രാത്രിയോടെ അവൻ്റെ സകല നിയന്ത്രണവും അവളുടെ കയ്യിലാകും. അത് കഴിഞ്ഞാൽ അനാമികയെ അവൾ ഇല്ലാതാക്കും. എന്ത് വില കൊടുത്തും അനാമികയെ എനിക്ക് രക്ഷിക്കണം. അവൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ചെറിയച്ഛനും ചിറ്റമ്മയും മുത്തശ്ശിയും ചാരുപടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ ആശങ്ക പടർന്ന മുഖം കണ്ടതോടെ അവൻ്റെ നെഞ്ചിടിച്ചു. ധൃതിയിൽ അകത്തേക്ക് കയറി വന്നു. അവനെ കണ്ടതും ചെറിയമ്മ ചോദിച്ചു, ശ്രീകുട്ട, നീ ഇത് എവിടെയായിരുന്നു? ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? രാവിലെ ഇറങ്ങിപ്പോയതല്ലേ നീ? അവൻ മറുപടിയില്ലാതെ ചുറ്റുമെന്തോ പരതിക്കൊണ്ടേയിരുന്നു. അവൻ്റെ മുഖം എന്തോ കണ്ട് പേടിച്ചരണ്ടതുപോലെ തോന്നി. അനു എവിടെ? അവൻ്റെ അടുത്തടിച്ചുള്ള ചോദ്യം അവരിൽ നേരിയ സംശയമുണ്ടാക്കി. നീ ഇപ്പോൾ എന്തിനാ അനുവിനെ തിരയുന്നത്? നീ ഇത് എവിടെയായിരുന്നെന്ന് പറ ശ്രീകുട്ട. ഞാൻ ഒരിടം വരെ പോയിരുന്നതാ. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? അതും പോരാഞ്ഞിട്ട് ഫോണും എടുത്തില്ല. ഫോൺ ഞാൻ കൊണ്ടുപോയില്ല ചെറിയമ്മേ, ഇവിടെ വച്ചിട്ടാണ് പോയത്. അതവിടെ നിൽക്കട്ടെ. അനു എവിടെ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അവൻ ധൃതിയിൽ മുകളിലേക്കുള്ള കോണിപ്പടി കയറി. അവളിവിടെ ഇല്ല. ചെറിയച്ഛനായിരുന്നു പറഞ്ഞത്. ഇല്ലേ, അവൾ എവിടെ പോയി? അവളൊരു കൂട്ടുകാരിയെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാണ്. അവളുടെ കൂടെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ ഇവിടെയൊക്കെ അന്വേഷിച്ച് നടന്നത്. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് പോയോ? ഇല്ല, ജിത്തുവിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. എപ്പോഴാണ് അവർ പോയത്? രാവിലെ പോയതാ, ഇതുവരെ എത്തിയില്ല. പേടിക്കണ്ട, ഇവിടത്തെ കാറെടുത്തിട്ടാണ് അവർ പോയത്. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാതെ അവനൊന്ന് പകച്ചു നിന്നു. പിന്നെ വേഗം മുറിയിലേക്ക് കയറി ചെന്ന് അവൻ്റെ ബുള്ളറ്റിൻ്റെ താക്കോലെടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ എന്തോ തിരയുന്നത് പോലെ മുറിയിലിരുന്ന പുസ്തകങ്ങളും കിടക്കവരിയും എല്ലാം വലിച്ചു താഴെയിട്ടു. ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള അവൻ്റെ ഭാവം കണ്ട ചെറിയച്ഛനും ചിറ്റമ്മയും മുത്തശ്ശിയും സ്തംഭിച്ച് നിന്നുപോയി. ശ്രീകുട്ട, നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ? നിനക്കെന്താ ഭ്രാന്തായോ? ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു, അതാരെങ്കിലും കണ്ടോ? കിതച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത്. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ അലമാരയിൽ വെച്ചിരുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ ആ രക്ഷ തപ്പിയെടുത്തു. ഞാൻ അവർ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അവൻ പുറത്തേക്ക് ഇറങ്ങി. നീ ഇനി ധൃതി പിടിച്ച് പോയി നോക്കണ്ട, അവരിങ്ങ് വന്നോളും. ചിറ്റമ്മയാണ് മറുപടി പറഞ്ഞതും അവനത് കേട്ടില്ലെന്ന് നടിച്ച് പുറത്തേക്ക് നടന്നു. ചുറ്റോട് ചുറ്റിനും ഇരട്ടു പടർന്നു പിടിച്ചുകൊണ്ടേയിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ നേരിയ വെളിച്ചത്തിൽ ആ ഇടവഴിയിലൂടെ അവൻ്റെ ബുള്ളറ്റ് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഭയം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ചിന്ത ഇടറുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഭയം. സ്വന്തം നിയന്ത്രണം തൻ്റെ കൈ വിട്ടുപോകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ അനാമികയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ ഇനി ഈശ്വരന് പോലും കഴിഞ്ഞില്ലെന്ന് വരും. ഇടവഴി ഇറങ്ങിയപ്പോൾ അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നു. നേരെ നോക്കിയപ്പോൾ അവന് നേരെ പാഞ്ഞു വരുന്ന മിനി ലോറിയാണ് അവൻ കണ്ടത്. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു അറിവില്ലായിരുന്നു. മിനി ലോറി അടുത്തെത്തിയതും അവൻ്റെ ബൈക്ക് പാളി പോസ്റ്റിൽ കൊണ്ടിട്ട് മറിഞ്ഞതും വളരെ പെട്ടെന്നായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങിയ ശേഷം ആ മിനി ലോറി ഡ്രൈവർ തിരിഞ്ഞു നോക്കി വികൃതമായി ഒന്ന് ചിരിച്ചു. കൃത്യം 5 നിമിഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു. അവൻ്റെ കണ്ണുകളിൽ ചെങ്കനലിൻ്റെ നിറം കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ ഇരുട്ട് മൂടി തുടങ്ങിയ വഴികളിലൂടെ അവരുടെ കാർ ഓടിക്കൊണ്ടേയിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ നേരിയ വെട്ടത്തിൽ റബ്ബർ മരങ്ങളുടെ നടുവിലൂടെ ആ ഇടുങ്ങിയ വഴി അവ്യക്തമായി മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവരുടെ വരവ് പ്രതീക്ഷിച്ചിട്ടെന്നോണം റബ്ബർ മരത്തിൻ്റെ ചുവട്ടിൽ മറിഞ്ഞിരുന്ന് അവൾ നോക്കി നിന്നു. അവളുടെ കൂർത്ത നഖങ്ങൾ നിലാവിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി.
ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങണമെന്ന്. ചുമ്മാ ഓരോന്നും പറഞ്ഞിരുന്ന് വൈകിച്ചു. ഇനി രാത്രിയാവില്ലേ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. ജിത്തുവിൻ്റെ മുഖത്ത് ഭയവും ദേഷ്യവും കലർന്ന ഭാവം. അവർ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ എങ്ങനെയാ ജിത്തുവേട്ടാ വേണ്ടാന്ന് പറയുന്നത്? എന്തായാലും ശരി, വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനോടും അമ്മയോടും നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എത്താൻ വൈകുമെന്ന് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി, നീയെല്ലാം പറഞ്ഞ് ശരിയാക്കിയാൽ മതി. ജിത്തു സംസാരം അവസാനിപ്പിച്ച് ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തിരിച്ചു. പുറമേ ഈർഷ്യ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുമായുള്ള രാത്രിയാത്ര അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് പുക പോലെ ഒരു സ്ത്രീരൂപം കാറിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ ജിത്തു കാറ് ചവിട്ടി നിർത്തി. പക്ഷേ പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമായി. ജിത്തു കാർ തുറന്ന് പുറത്തിറങ്ങി. അവൻ ചുറ്റും നോക്കി. വഴി വിജനമായിരുന്നു. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. കാറിനകത്ത് പേടിച്ചിരണ്ടിരിക്കുകയായിരുന്നു അനാമിക. അവൻ ഡോറ് തുറന്ന് കാറിൻ്റെ അകത്ത് കയറി. ആരാ ജിത്തുവേട്ടത്? അറിയില്ല, ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കും. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അവളുടെ മുഖത്ത് അകാരണമായൊരു ഭയമുണ്ടായിരുന്നു. കാറ് സ്റ്റാർട്ടാവുന്നില്ല. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കാറ് സ്റ്റാർട്ടാവുന്നില്ല. ജിത്തു അവളെ നോക്കി പറഞ്ഞു. അവൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി. ടയർ പഞ്ചറായി. തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? അവൾ ചോദിച്ചു. ടയർ മാറ്റണം. ഞാനിവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. നീ കാറിൽ നിന്ന് പുറത്തിറങ്ങണ്ട, വേഗം വരണം. ശരി. അവൻ നടന്നകന്നപ്പോൾ അവളുടെ ഉള്ളിലെ ഭയം ഉറഞ്ഞുകൂടി. താൻ ഒറ്റയ്ക്കാണെന്ന തിരിച്ചറിവ് അവളെ ഒന്നുകൂടി തളർത്തി. ആകെ ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടപ്പോൾ അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അച്ഛനെ വിളിക്കാനായി ഫോണെടുത്തു. എതിരെയുള്ള റബ്ബർ മരങ്ങൾക്കിടയിൽ എന്തോ ഓടിമറയുന്നത് അവൾ കണ്ടു. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ അവളുടെ കയ്യിലെ ഫോൺ നിലത്ത് വീണു. അവൾ ഒന്നുകൂടി അവിടേക്ക് നോക്കി. അവിടെ നിലാവിൻ്റെ വെട്ടം വീണ് കിടക്കുന്നത് അവൾ കണ്ടു. അവളുടെ നെഞ്ചിടിച്ചു. ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നും കാഴ്ചയ്ക്ക് അവ്യക്തമായ ഒരാൾ മുന്നോട്ട് നീങ്ങി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ തിരിഞ്ഞു നോക്കി. അവൾക്ക് പിറകിലെ വഴി വിജനമായിരുന്നു. ജിത്തുവേട്ടാ! അവൾ ഉറക്കെ ജിത്തുവിനെ വിളിച്ചു. പക്ഷെ അയാളെ എവിടെയെങ്ങും അവൾ കണ്ടില്ല. നോക്കി നിൽക്കിയ ആ രൂപം അവൾക്ക് അരികിലേക്ക് വന്നു തുടങ്ങി. അവൾ നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. ജീവനും കയ്യിൽ പിടിച്ച് ഓടുമ്പോൾ അവൾ പലതവണ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അയാൾ അവളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഓടി ഓടി അവൾ ഒടുവിൽ ചെന്നെത്തിയത് ശ്രീഹരിയുടെ അടുത്തായിരുന്നു. അവനെ കണ്ടപ്പോൾ അവളിൽ ആശ്ചര്യവും ആശ്വാസവും ഒരുമിച്ച് വന്നു. ശ്രീയേട്ടാ, അവിടെ ഒരാൾ. അവൻ അവിടേക്ക് നോക്കി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. ആരാവിടെ? ശ്രീയേട്ടാ, ഒരാൾ എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവൾ നിന്ന് കിതച്ചു. അനു, നിന്നെ ഞാൻ എവിടേക്ക് തിരക്കിയെന്നറിയാമോ? നിന്നെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ശ്രീയേട്ട, എനിക്കിവിടെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ കുറേ തിരക്കി. അവസാനം ജിത്തുവാണ് എന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അധിക നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. എന്താ ശ്രീയേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് അവൻ്റെ മുഖം വിവരണമായി. ഒരു പ്രശ്നമുണ്ടോ അനു? നിന്റെ ജീവനിപ്പോൾ അപകടത്തിലാണ്. ഏത് നേരവും എന്തും സംഭവിക്കാം. അതാ ഞാൻ നിന്നെ തിരക്കി വന്നത്. ശ്രീയേട്ട, എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. അല്ല, അപ്പോൾ ജിത്തുവേട്ടൻ? അവൻ ഈ കാറ് ശരിയാക്കി അതുമായിട്ട് വന്നോളൂ. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളുടെ കയ്യും പിടിച്ച് റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് നടന്നു. ചുറ്റിനും കനത്ത് നിൽക്കുന്ന ഇരുട്ട്. ആ ഇരുട്ടിൽ എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന ശബ്ദം. പേടിയുണ്ട് അനുവിന്? ചെറുതായിട്ട്. പേടിക്കണ്ട, ഏട്ടൻ കൂടെ ഇല്ലേ? അവർ ആ ഇരുട്ടിലൂടെ ഏറെ നേരം നടന്നു. നടന്ന് അവളുടെ കാല് വേദനിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥ. അവൾ തിരിഞ്ഞു നോക്കി. ശ്രീഹരിയെ കാണാനില്ല. ശ്രീയേട്ടാ! അവൾ ഉറക്കെ വിളിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം പോലും അവൾ കേട്ടില്ല. അവളുടെ നെഞ്ച് പെരുമ്പറ കൊട്ടി. മഴ തകർത്ത് പെയ്യാൻ നിൽക്കുന്ന ആകാശം. ചുറ്റിനും പേടിപ്പിക്കുന്ന നിശബ്ദത. ദൂരെ നിന്ന് അവൾ കേട്ടു വേട്ടനായ്ക്കൾ കുരച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ശബ്ദം. അവൾ എങ്ങോട്ടെന്നില്ലാതെ തിരിഞ്ഞോടി. ജീവനം കൊണ്ടുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ കുറച്ചുകളെ റബ്ബർ മരങ്ങൾക്ക് താഴെ വെളിച്ചം വീണ് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ അവിടേക്ക് ഓടിച്ചെന്നു. ആ മരങ്ങൾക്കിടയിൽ മൂടൽമഞ്ഞ് പോലെ വെളുത്ത പുക. അവളൊന്ന് പകച്ചു നോക്കി. പിന്നെ പതുക്കി അവിടേക്ക് ചെന്നു. പതിയെ ആ പുക ഒരു സ്ത്രീയായി രൂപം പ്രാപിക്കുന്നത് അവൾ കണ്ടു. അവൾ അലറി വിളിച്ചു. അവളുടെ ശബ്ദം കാറ്റിൽ തട്ടി എവിടെയോ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞപ്പോൾ അവൾ ഞെട്ടി. മധുര! ഇടറിയ സ്വരം അവളുടെ നാവിൽ നിന്നും പുറത്തു വന്നു. അവൾ അനുവിൻ്റെ അടുത്തേക്ക് വന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീണ് മുഖം പകുതിയും മറച്ചിരിക്കുന്നു. ആ മുടിനാരുകൾക്കിടയിലൂടെ കത്തിജ്വലിക്കുന്ന അവളുടെ കണ്ണുകൾ അനു കണ്ടു. നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? അവളുടെ മൂർച്ചയുള്ള സ്വരം അനുവിൻ്റെ കാതുകളിലേക്ക് തുളഞ്ഞു കയറി. അവളുടെ തൊണ്ട വരണ്ടു. ശബ്ദം ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. എന്നെ ഒന്ന് ചെയ്യരുത്, അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. മധുര ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടല്ലേ കണ്ടത്, എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ? മധു, ഞാൻ നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചില്ല. മതി. ആദ്യം നീ എൻ്റെ വിശ്വാസത്തെ മുതലെടുത്തു. പിന്നെ നീ എന്നെ ഭ്രാന്തിയാക്കി മാറ്റി. പിന്നെ എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു.
അപ്പോൾ പിന്നെ നിന്റെ ജീവൻ ഞാനിങ്ങെടുത്തോട്ടെ. അവൾ തൻ്റെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ കൊണ്ട് അനുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവൾ ശ്വാസം കിട്ടാതെ കിടന്നു പിടഞ്ഞു. ഒടുവിൽ അവൾ ആ കൈ തട്ടിമാറ്റി ജീവനും കൊണ്ട് തിരിഞ്ഞോടി. അവളോടി രക്ഷപ്പെടുന്നത് മധുര ഒരു ചെറുചിരിയോടെ നോക്കി നിന്നു. ഓട്ടത്തിൻ്റെ ഇടയിൽ അവളുടെ കാൽ കാട്ടുവള്ളിയിൽ തട്ടി നിലതെറ്റി താഴേക്ക് വീണു. അവൾ നിലത്ത് കിടന്ന് പതുക്കെ തലയുയർത്തി നോക്കി. മധുര അവൾക്ക് നേരെ നടന്നു വരുന്നുണ്ടായിരുന്നു. അനു താഴെ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ആഞ്ഞു വീശിയ കാറ്റിൽ കരിയിലകൾ പറക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൂർച്ചയേറിയ നോട്ടം അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾ ആ കിടന്ന കിടപ്പിൽ തന്നെ മുകളിലേക്ക് പൊങ്ങി. കൊടുങ്കാറ്റിൽ അനുവിൻ്റെ ശരീരം പറക്കുകയായിരുന്നു. അവൾ മുകളിലേക്ക് ഉയർന്ന് മുകളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു മരത്തിൽ അവളുടെ തല ചെന്നിടിച്ചു. പിന്നെ നിലത്തേക്ക് വീണു. അനു നിലത്ത് വീണ് കിടന്ന് മുകളിലേക്ക് നോക്കി. കാറ്റിൽ റബ്ബർ മരങ്ങൾ ആടിയുലയുന്നത് അവൾ കണ്ടു. പിന്നെ നെറ്റിയിൽ നിന്നും വാർന്നു വീഴുന്ന രക്തം അവളുടെ കാഴ്ച മറച്ചു. ആ എസ്റ്റേറ്റിന്റെ നടുവിൽ അവരുടെ കാർ കിടക്കുന്നത് ദൂരെ നിന്ന് ജിത്തു കണ്ടു. അനു, ഞാൻ കുറേ നോക്കി. ഇവിടെയെങ്ങും ഒരു വർക്ക്ഷോപ്പുമില്ല. ഇവിടുന്ന് 9 മണിക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. നമുക്കിനി അതിന് പോകാം. അവളുടെ മറുപടി കേൾക്കാതെ വന്നപ്പോൾ അവൻ കാറിന്റെ അകത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ ഞെട്ടി. അകത്ത് അനുവിനെ കണ്ടില്ല. അവൻ ഭയന്ന് ചുറ്റും നോക്കി. അവളെ അവിടെ എങ്ങും കണ്ടില്ല. അനു, അവൻ ഉറക്കെ വിളിച്ചു. പക്ഷേ മറുപടിയൊന്നും കേട്ടില്ല. പെട്ടെന്നാണ് അവൻ കണ്ടത് നിലത്ത് വീണ് ചിതറിക്കിടക്കുന്ന അനുവിൻ്റെ മൊബൈൽ ഫോൺ. അവൻ ഒരു നിമിഷം പകച്ചു നിന്നു. എന്തോ ആപത്ത് സംഭവിച്ചുവെന്ന് അവന് മനസ്സിലായി. അവൻ തലയിൽ കൈവച്ച് നിലത്തിരുന്നു പോയി. അനുവിനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? പെട്ടെന്നാണ് റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു പെണ്ണിൻ്റെ അലറിക്കരയുന്ന ശബ്ദം കേട്ടത്. അവൻ എഴുന്നേറ്റ് മരങ്ങൾക്കിടയിലേക്ക് നോക്കി. വീണ്ടും ആരോ കരയുന്ന ശബ്ദം അവൻ്റെ കാതിൽ വന്നടച്ചു. അവൻ ആ റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് ഓടിച്ചെന്നു. ചുറ്റിനും ഒന്നും കാണാൻ കഴിയാത്ത ഇരുട്ട്. അവൻ ആ ശബ്ദം കേട്ടിടം ലക്ഷ്യമാക്കി നടന്നു. ഇരുട്ടിലൂടെ എത്ര ദൂരം നടന്നെന്നറിയില്ല. ഏറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിൽ എന്തോ തടഞ്ഞു. അതൊരാളുടെ ശരീരമാണെന്ന് അവന് തോന്നി. മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ അവൻ ആ മുഖത്ത് നോക്കി. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ ഇടിവാള് മിന്നി. അനാമിക. അവൻ തൊട്ടു നോക്കി. ഇല്ല, മരിച്ചിട്ടില്ല. അവൻ അവളെ എടുത്ത് തോളിലേക്കിട്ട് മരങ്ങൾക്കിടയിലൂടെ നടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. വഴി തെറ്റി എങ്ങോട്ടോ പോകുകയാണെന്ന് അവന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അനുവിൻ്റെ ജീവൻ രക്ഷിക്കണം. അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് അവൻ്റെ തലയിലാവും. നടക്കുന്തോറും അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരെ ചെറിയൊരു വെട്ടം കണ്ടു. അവിടെ ആരെങ്കിലും കാണുമോ? അനുവിനെ അവൻ നിലത്തേക്ക് കിടത്തി. അവൻ്റെ തോള് വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ വെട്ടം കണ്ടിടത്തേക്ക് നടന്നു. അതൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ വീടായിരുന്നു. ആ വീടിന് മുന്നിൽ ഒരു പഴയ ബൾബ് ഇപ്പോഴും കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അനുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയപ്പോൾ അവൻ ഒരിക്കൽ കൂടി ഞെട്ടി. അനുവിനെ കാണുന്നില്ല. അവൻ അവിടെയാകെ തിരഞ്ഞു. പക്ഷെ അവളെ അവൻ അവിടെ എങ്ങും കണ്ടില്ല. അവനാകെ അന്താളിച്ച് നിന്നുപോയി. എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്നറിയാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്നപ്പോൾ അകലെ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരാൾ നടന്നു വരുന്നത് അവൻ കണ്ടു. കുറച്ചുകൂടി അടുത്തു വന്നപ്പോൾ ആളെ വ്യക്തമായി. ശ്രീഹരി. ശ്രീ, എടാ, നീ എന്താ ഇവിടെ? അവൻ ഭയത്തോടെ ചുറ്റും നോക്കി. നീ ആരെയെ തിരയുന്ന? മൗനത്തെ മറച്ചുകൊണ്ട് ശ്രീഹരിയുടെ ചോദ്യമുയർന്നു. അനുവിനെയാണോ? അവളിനി വരില്ല. അവൾ പോയി. എങ്ങോട്ട്? മരണമെന്ന മഹാസത്യത്തിലേക്ക് അവളും ലയിച്ചു കഴിഞ്ഞു. അടുത്തത് നിന്റെ ഊഴമാണ്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നീയും തയ്യാറായിക്കോ. നീ എന്താ ഈ പറയുന്നേ? മിണ്ടരുത് നീ. അവൻ്റെ കണ്ണുകളിലെ കനലുകൾ ആളിക്കത്തി. കൂട്ടുകാരനായിട്ടല്ല, എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ നിന്നെ ഞാൻ കണ്ടത്. എന്നിട്ടും നീ എന്നെ ചതിച്ചു. ഒരു സുഹൃത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ചതി നീ എന്നോട് ചെയ്തു. ജിത്തു ഞെട്ടി. ശ്രീ, എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാനിരുന്നതാ. പക്ഷേ ഒരു തെറ്റ് പറ്റിപ്പോയതാ. മതി. ശ്രീഹരി തടഞ്ഞു. എന്നിട്ട് ഇത്രയും കാലം ഒന്നും അറിയാത്ത പോലെ നീ എൻ്റെ കൂടെ നടന്നു. ഞാൻ ഒരിക്കലും ഒന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? എല്ലാം അറിഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ നടന്നത് ഞാനൊരു വിഡ്ഢിയായതുകൊണ്ടല്ല. നിന്നെ ഇതുപോലൊരു അവസരത്തിൽ കിട്ടുമെന്ന് കരുതിയിട്ടാ. തയ്യാറായിക്കോ മരിക്കാൻ. ശ്രീഹരി ജിത്തുവിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് ബലം പ്രയോഗിച്ചു. ജിത്തു കോളറിൽ നിന്നും പിടിപിടിവിച്ചു. അവൻ ശ്രീഹരിയെ നിലത്തേക്ക് മറിച്ചിട്ടു. പിന്നെ ക്രൂരമായ ഒരു ആവേശത്തോടെ അവൻ വീണ് കിടക്കുന്ന ശ്രീഹരിയുടെ നെഞ്ചിൽ കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി. അതേടാ, ഞാൻ തന്നെ അത് ചെയ്ത്. പിന്നെയും എന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്കും ഏതോ ഒന്ന് അവൻ്റെ നെറ്റിയിൽ വന്നിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ കാഴ്ച മങ്ങി. കാഴ്ച തെളിഞ്ഞപ്പോൾ കണ്ടു മുന്നിൽ മരണവുമായി നിൽക്കുന്ന ശ്രീഹരിയെ. തനിക്കിനി രക്ഷയില്ലെന്ന് ജിത്തുവിന് മനസ്സിലായി. ശ്രീഹരി വലതു കൈ കൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. പിന്നെ ആ കൈ വിടാതെ തന്നെ അവനെ മരത്തിൽ ചേർത്ത് നിർത്തി മുകളിലേക്ക് പൊക്കി. അവൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചുവെന്ന് ഉറപ്പായപ്പോൾ നിലത്തേക്കിട്ടു. വഴിയിൽ അവരുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് താനെ തെളിഞ്ഞു. ഇരുട്ടിൽ കാലൻ പക്ഷി ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ശ്രീഹരി അനുവിൻ്റെയും ജിത്തുവിൻ്റെയും ശരീരം തോളിൽ ചുമന്ന് കാറിൽ കൊണ്ടുപോയിട്ടു. പിന്നെ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാർ സ്റ്റാർട്ടാക്കി. ആ ഇരുട്ടിൽ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെ ആ കാർ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നേരം പുലരാൻ ഇനിയും സമയം ബാക്കിയുണ്ടായിരുന്നു.
സർപ്പക്കാവിലെ ആ നാഗത്തറയ്ക്കടുത്തായി ശ്രീഹരി ബോധമറ്റ് കിടപ്പുണ്ടായിരുന്നു. അവൻ്റെ അടുത്തായി നാഗത്തറയിലേക്ക് ചാരിയിരിപ്പുണ്ടായിരുന്നു അവൾ. അവൻ മെല്ലെ കണ്ണു തുറന്നു. കുറച്ചു മുമ്പ് എവിടെയാണെന്നും എന്ത് സംഭവിച്ചെന്നും അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവ്യക്തമായ കുറേ ഓർമ്മകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇരുട്ടിൽ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന അനാമികയുടെ മുഖം, മരിച്ചു കിടക്കുന്ന ജിത്തുവിൻ്റെ മുഖം. അവൻ ഞെട്ടിയുണർന്നു. ഭയമാണോ ദേഷ്യമാണോ എന്ന് അറിയാൻ കഴിയാത്തൊരു വികാരം അവൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയി. എന്തോ ആലോചനയിലായിരുന്ന അവളും പെട്ടെന്ന് ഞെട്ടിയുണർന്ന് അവനെ നോക്കി. അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ അരിശം കൊണ്ട് ചുവന്നു. നീ എൻ്റെ അനുവിനെ കൊന്നുകളഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ജിത്തുവിനെയും നീ ഇല്ലാതെയാക്കി. അവൾ മരിച്ചു. അതവരുടെ കർമ്മഫലം. അതാര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. നിന്റെ പക തീർക്കാൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ജിത്തുവിനെ കൂടി നീ കൊന്നില്ലേ? ഇനി എന്നെ മാത്രം എന്തിനാ നീ ബാക്കി വെച്ചിരിക്കുന്നത്? എന്നെ കൂടി കൊന്നുകൂടായിരുന്നു നിനക്ക്? അവരുടെ മരണം ഞാൻ അവർക്ക് വിധിച്ച ശിക്ഷയാണ്. പക്ഷേ നിന്റെ മരണം അത് നീ ഇപ്പോൾ ഇരന്നു വാങ്ങുന്നതാണ്. അവൾ ഒരലർച്ചയോടെ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു. അവൻ ഞെട്ടി പിറകിലേക്ക് വീണു. നിലത്ത് വീണ് കിടക്കുന്ന അവൻ്റെ കഴുത്തിൽ അവൾ കൈമുറുക്കി. ശ്വാസം കിട്ടാതെ മരണവെപ്രാളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണിൽ 1000 ചുടലക്കാടുകൾ എരിയുന്നത് അവൻ കണ്ടു. അവൻ ആ പകുതി പ്രാണൻ കൊണ്ട് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും അന്ന് ആ സന്യാസി കൊടുത്ത ആ രക്ഷ കയ്യിലെടുത്ത് പിടിച്ചു. പെട്ടെന്ന് അവൾ വൈദ്യുതി ആഘാതമേറ്റ പോലെ പിന്നോട്ട് മാറി. അവൾ നിന്ന് വിറയ്ക്കുന്നത് അവൻ കണ്ടു. അവസാന പിടിവള്ളി എന്ന പോലെ അവൻ ആ രക്ഷ കയ്യിലെടുത്ത് അവൻ അവളുടെ മുന്നിൽ നിന്നു. അവൾ ഭയം കൊണ്ട് പിന്നോട്ട് മാറി. അവൻ ഒറ്റ ധൈര്യത്തിൽ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് ആ രക്ഷ അവളുടെ നെറുകയിലേക്ക് വച്ചു. അവളുടെ ശരീരത്തിലൂടെ മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ ഉറക്കെ നിലവിളിച്ചു. അവൾക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. അവളുടെ നിലവിളി അവന് ഹരമായി തോന്നി. നിന്റെ ജീവന് പകരം നീ 2 ജീവനെടുത്തു. എൻ്റെ ജീവനും കൂടി നീ എടുക്കാൻ ശ്രമിച്ചു. ഇനി നിന്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് അവസാനിക്കും നീ. ആ ഇരുട്ടിൽ അവളുടെ നിലവിളിയെയും കീറിമുറിച്ചുകൊണ്ട് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അവളെ പിറകിലേക്ക് തള്ളിയിട്ട് അവൻ ഫോൺ എടുത്തു. മറുപുറത്ത് ചിറ്റമ്മയുടെ ഇടറിയ ശബ്ദം. മോനെ, നീ ഒന്ന് വേഗം ഇവിടെ വരെ വാ. ജിത്തുവും നമ്മുടെ അനുവും സഞ്ചരിക്കുന്ന കാറ് ആക്സിഡൻ്റായി. ജിത്തുമോൻ. അവർ പറഞ്ഞു മുഴുവിപ്പിച്ചില്ല. എൻ്റെ ചെങ്കിൽ ഇടിമിന്നലേറ്റു. തൊട്ടടുത്ത് നിന്ന് അവളെ അവൻ തുറച്ചു നോക്കി. അപ്പോൾ അനുവിൻ്റെ കാര്യം കുറച്ച് സീരിയസാ. ഒന്നും പറയാറായിട്ടില്ല. മോൻ വേഗം ഇവിടെ വരെ വാ. അവർ കോള് കട്ട് ചെയ്തു. അനാമിക മരിച്ചിട്ടില്ല. നിശബ്ദതയിൽ അവളുടെ വാക്കുകൾ കത്തിപ്പടർന്നു. അവൻ അവളെ വിശ്വാസം വരാത്ത രീതിയിൽ നോക്കി. അവളെ കൊല്ലാൻ എനിക്ക് മനസ്സ് വന്നില്ല. എത്രയൊക്കെ ആയാലും ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടതല്ലേ. അവൾ രക്ഷപ്പെടുമോ? അവൻ അവസാനത്തെ പ്രതീക്ഷയെന്ന പോലെ ചോദിച്ചു. അവൾ രക്ഷപ്പെടും. നീ ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് നിന്റെ കയ്യിലുള്ള ഈ രക്ഷ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ രക്ഷയിൽ ഒരു കാരണവശാലും രക്തം വീണ് അശുദ്ധമാവാൻ പാടില്ല. അവൻ അവളെ ഒന്ന് പകച്ചു നോക്കി. എന്നിട്ട് രക്ഷയുമായി തിരിച്ചു നടന്നു. നിൽക്ക്! അവൾ പിൻവിളിച്ചു. മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവൾ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരത്തിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. അവൾ പറഞ്ഞില്ലെങ്കിൽ ഞാനെല്ലാം തുറന്നു പറയാം ശരത്തിനോട്. അവൻ ആ ചരടുമായി ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തിയപ്പോൾ ഐസിയുവിൻ്റെ മുന്നിൽ കൽപ്രതിമ പോലെ ഇരിപ്പുണ്ടായിരുന്നു ചെറിയച്ഛനും ചിറ്റമ്മയും. അവൻ തിടുക്കത്തിൽ അവിടേക്ക് ചെന്നു. അവനെ കണ്ടതും അവരുടെ കരച്ചിലിൻ്റെ നിയന്ത്രണം വിട്ടു. അനുവിന് എങ്ങനെയുണ്ട്? ഐസിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടർ എങ്ങനെയുണ്ട്? ബോധം വീണിട്ടുണ്ട്, പക്ഷെ ഒന്നും പറയാറായിട്ടില്ല. ഒന്ന് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ? ഇപ്പോൾ പറ്റില്ല. ഡോക്ടർ പ്ലീസ്, പെട്ടെന്നൊന്ന് കയറി കണ്ടിട്ട് പോയിക്കോളാം. ശരി. പേഷ്യൻറ്റിനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുത്. അയാൾ ക്യാബിലേക്ക് പോയി. അവൻ ചില്ലുവാതിൽ തുറന്ന് അകത്തേക്ക് പോയി. അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു അവൾ. അവൻ അവളുടെ അടുത്ത് വന്നു. അവൻ അവളെ നോക്കി, കണ്ണുകളിൽ ദൈന്യതയും ഭയവും. ഏട്ടാ! അവൻ അവളുടെ കൈ പിടിച്ചു. ഏട്ടാ, ഞാനൊരു തെറ്റ് ചെയ്തു. അറിയാം മോളെ, മോള് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അവളെന്നെ കൊല്ലും. ഇല്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയാകും. അവൻ ആ രക്ഷ അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഏട്ടാ, ജിത്തുവേട്ടൻ! അവൻ്റെ കണ്ണു നിറഞ്ഞു. ഒന്നും മിണ്ടാതെ ഐസുവിൻ്റെ പുറത്തു പോയി കസാരയിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നഴ്സുമാരും ഡോക്ടറും തിടുക്കത്തിൽ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ പറ്റിയ മുഖവുമായി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. സോറി, ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവന് ചുറ്റും ലോകം ഇരുളുന്നതായി തോന്നി. ഒന്നും മനസ്സിലാവാതെ ശ്രീഹരി ഐസിയുയിലേക്ക് ഓടി വന്നു. അകത്ത് ചലനമറ്റ് കിടക്കുന്ന അനാമികയെ അവൻ കണ്ടു. അവളുടെ കൈത്തണ്ടയിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചോരത്തുള്ളികൾ ആ ചരടിൽ വീണ് നനഞ്ഞതും അവൻ കണ്ടു. മരവിച്ച മനസ്സുമായി അവൻ പുറത്തേക്കിറങ്ങി. അനാമികയുടെ മരണം അതൊരു നിയോഗമായിരുന്നു. വിധിക്ക് പോലും തടുക്കാൻ കഴിയാത്ത നിയോഗം. പുറത്ത് കത്തിയെരിയുന്ന അനാമികയുടെ ചിതയ്ക്ക് മുന്നിൽ വേദനയോടെ നിൽക്കുന്ന ശരത്തിനെ കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. ഈ തിരക്കൊന്നു കഴിയട്ടെ, എല്ലാം ശരത്തിനോട് തുറന്നു പറയണം. ജിത്തുവിൻ്റെ ശരീരം അവൻ്റെ വീട്ടുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഇതിനിടയിൽ തീരാ വേദന സമ്മാനിച്ച അവനും.
കുട്ടിക്കാലം തൊട്ടേ നിഴലായി കൂടെ നടന്ന 2 പേർ. രാത്രി തിരക്കൊഴിഞ്ഞപ്പോൾ അവൻ കത്തിയണയാറായി അനാമികയുടെ ചിതയ്ക്കരികിൽ വന്നു നിന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലിട്ട് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇരുട്ടിൽ ആരുടെയോ കാലൊച്ച കേട്ട് മുഖമുയർത്തി നോക്കി. ഇരുട്ടിൻ്റെ ഏതോ കോണിൽ നിന്നും അവൾ അടുത്തേക്ക് വരുന്നു. മധുര മീനാക്ഷി. പക്ഷെ അവളുടെ കണ്ണുകളിൽ അവൻ കണ്ടത് പ്രതികാരം നിറവേറ്റിയ ഒരു ആത്മാവിൻ്റെ സംതൃപ്തിയല്ല. പകയുടെ കണ്ണിലെരിയാറുള്ള കണ്ണുകളിൽ അന്ന് ആദ്യമായി കാലവർഷം തടം തല്ലി പെയ്യുന്നത് അവൻ കണ്ടു. അണയാൻ അവശേഷിക്കുന്ന കനലുകൾ എരിഞ്ഞു തീർന്നപ്പോൾ അവൾ അവനോട് പറഞ്ഞു, അനാമികയുടെ ആത്മാവും ഇപ്പോൾ അനന്തതയിൽ ലയിച്ചിട്ടുണ്ടാകും. ഇവിടെ ഞാൻ മാത്രം ഇങ്ങനെ. നിലാവിൻ്റെ നേരിയ വട്ടം കാട്ടിത്തന്ന വഴികളിലൂടെ അവൻ അവളോടൊപ്പം നടന്നു. പെരുമഴ കഴിഞ്ഞ അന്തരീക്ഷം. അവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ കാവിൽ നാഗത്തറയിൽ ചാരി അവനോടൊപ്പം അവളിരുന്നു. നാഗശിലയ്ക്ക് മുന്നിൽ അണയാറായി ഒരു തിരി മാത്രം നേരി കത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വീശിയ കാറ്റിൽ മരം പെയ്തു. അവർ പരസ്പരം നോക്കി ആദ്യമായി കാണും പോലെ. ആ നിമിഷം അവളൊരു ആത്മാവല്ലെന്ന് അവന് തോന്നി. ഒരു സാധാരണ പെൺകുട്ടി ജന്മാന്തരങ്ങളിൽ എവിടെയോ കണ്ടുമുട്ടിയൊരുവൾ. കണ്ണു നിറഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം എന്ന പോലെ അവൾ അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. അവൻ്റെ തോളിൽ അവളുടെ കണ്ണുനീർത്തുള്ളികൾ വീണു. കാലങ്ങൾക്കിപ്പുറം പേരറിയാത്തൊരു നോവ് അവൻ്റെ മനസ്സിനെ ഉലച്ചു. മധുര. അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു. നീ എൻ്റെ അനാമികയോട് ക്ഷമിച്ചോ? അവൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ക്ഷമിച്ചു. ശ്രീഹരി എന്നോടും ക്ഷമിക്കണം. ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അവൻ്റെ അടുത്ത് നിന്നും ഒരു നെടുവീർപ്പുയർന്നു. ഏതോ പ്രേരണയിലെന്ന പോലെ അവൻ അവളുടെ നെറുകയിലേക്ക് മുഖമമർത്തി. കുങ്കുമക്കുറിയിട്ട് അവളുടെ നെറ്റിയിൽ ഉമിനീരിൻ്റെ നനവ് കലർന്നു. അവളുടെ ശ്വാസത്തിന് പൊള്ളിക്കുന്ന ചൂടായിരുന്നു. മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം. ശ്രീഹരി, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? എന്താ? താൻ ഇനി കഴിഞ്ഞതെല്ലാം മറക്കണം. മരിച്ചുപോയ ആത്മാക്കളല്ല, ജീവിച്ചിരിക്കുന്ന കുറച്ച് ആത്മാക്കളുണ്ട്. ശ്രീഹരിയെ സ്നേഹിക്കുന്നവർ, തൻ്റെ അച്ഛനമ്മ, എല്ലാവരും. അവരെ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി ജീവിക്കണം. അവനൊന്ന് ചിരിച്ചു. പിന്നെ വേറെന്തോ ചിന്തയിലാണ്ടു. അങ്ങ് ദൂരെ കണ്ണെത്താത്ത സ്ഥലത്ത് ജിത്തുവിൻ്റെ ചിതയിലെ കത്തിത്തീരാത്ത അവസാന തരി കനലും അണഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് മുന്നിൽ നിന്നും വെളിപാടുണ്ടായി. എനിക്ക് പോകാനുള്ള സമയമായി. അവൻ്റെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി. അവളുടെ വാക്കുകളിൽ നിന്നും വിട്ടുപോകാൻ കഴിയാത്ത അവൻ ചോദിച്ചു, എങ്ങോട്ട്? ഇല്ലായ്മയുടെ ലോകത്തേക്ക്, ഇല്ലായ്മയിലേക്ക്. പക്ഷേ നമുക്കിടയിൽ കടങ്കഥ പോലെ ഒന്ന് ബാക്കി കിടപ്പുണ്ട്. എന്താ അത്? നീ എന്തിനായിരുന്നു എൻ്റെ ജിത്തുവിനെ കൊന്നത്? അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് അവനെ നോക്കി. അയാളാണ് നിന്റെ ഉമയെ കൊന്നത്. ഇരുമ്പുകമ്പി കൊണ്ട് തലക്കടിയേറ്റ പോലെ അവനിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. കൂട്ടുകാരൻ്റെ കാമുകിയോട് തോന്നിയ മോഹം. നിന്നെ ലക്ഷ്യം വച്ചായിരുന്നു അയാൾ നിങ്ങൾ സഞ്ചരിച്ച വാഹനം ഇടിച്ചു തെറിപ്പിച്ചത്. പക്ഷേ നഷ്ടപ്പെട്ടത് ആ പാവത്തിൻ്റെ ജീവനും. വലിയൊരു സത്യം തിരിച്ചറിഞ്ഞതിൻ്റെ ആഘാതത്തിൽ നിന്നും ചതിക്കപ്പെടുകയായിരുന്നെന്ന തിരിച്ചറിവിൽ നിന്നും മുക്തനാകും മുമ്പ് അവൾ പോകാനായി എഴുന്നേറ്റു. തിരിഞ്ഞു നടക്കുമ്പോൾ അവളുടെ മുടിയിൽ കുരുങ്ങിക്കിടന്ന ചെമ്പകപ്പൂക്കൾ നിലത്തേക്ക് വീണു. കുറച്ചു ദൂരം നടന്നിട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ പോകുന്തോറും നോക്കി അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അടുക്കും മുന്നേ അകലുന്ന വേദന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മയുടെ ഒരു കണിക പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ അവൾ അനന്തതയിൽ ലയിച്ചു ചേർന്നപ്പോൾ അവൻ കാരണങ്ങളില്ലാതെ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും നാഗശിലയിൽ കത്തിനിന്ന ഒറ്റത്തിരിയും കാറ്റിൽ അണഞ്ഞുപോയിരുന്നു. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? ഇനിയും പുതിയ കഥയുമായി, ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരുന്നതാണ്. ലവ് യു ഓൾ. ബൈ.